മോഡലിൽ ഇങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇതിന്റെ വർക്കൊക്കെ ഉണ്ട്, കാന്ത വർക്ക് വരുന്നുണ്ട്, അതും ഒറിജിനൽ ഷിമ്മറിലാണ്. ഇതില് ഫുൾ ത്രെഡ് വർക്കും ടിഷ്യൂല് വരുന്നതാണ്. ഇതാണ് ദുപ്പട്ട. നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണ് കേട്ടോ മാഡം. പറയാനുണ്ട്, എനിക്ക് തൊടുമ്പോ ഫീൽ ചെയ്യുന്നുണ്ട്. ചിനോണില് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും. ഹക്കോബ ബ്ലോക്ക് പ്രിന്റ് വിത്ത് ക്രോഷിയർ ലേസ്. നല്ല അടിപൊളി. ഇതിന്റെ തന്നെ കളർ ചേഞ്ചസ് ഉണ്ട് കേട്ടോ. ഈ ഓർഗൻസയിൽ തന്നെ നമുക്ക് ഷിമ്മറിൽ വരണം. ഇതിന്റെ ഷോൾ ഇടാനല്ലേ, പിന്നെ എന്താ പറയണോ, ഇട്ടോളേ. മോഡലല്ല വരുന്നത്. ആ ഫ്രണ്ടില് കുറച്ച് മിറർ വർക്കും കാര്യങ്ങളൊക്കെ. നോയലില് ഫുൾ ത്രെഡ് വർക്ക്, ടെസർ സിൽക്കില് എംബ്രോയിഡറിയുടെ വർക്ക്, കയ്യിലാണ് അതിന്റെ വർക്ക്. പിന്നെ ഇതിൽ തന്നെ സെയിം ദുപ്പട്ട, നല്ലൊരു ബ്രൈറ്റ് ഫീലിംഗ്. മസ്ലിനില് വീനക്ക്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാ വീണ്ടും എറണാകുളത്തോട്ടാ. അപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ട് ക്വാളിറ്റിയുള്ള ഐറ്റംസ് അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? അതും അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ, അതുപോലെ തന്നെ റെഡിമെയ്ഡ് കളക്ഷൻസിന്റെ. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് അനീറ ലേഡീസ് ഗാർമെന്റ്സിന്റെ എല്ലാ തരം വെറൈറ്റീസ് കിട്ടും. അതും നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള ഐറ്റംസിന്റെ വീഡിയോസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ കേട്ടോ. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന പോലത്തെ ഡിസൈനർ പീസും ഇവിടെ കിട്ടുന്നതാണ്. അപ്പം നമുക്ക് ബുട്ടിക് ഐറ്റംസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഐറ്റമാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ എറണാകുളത്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എറണാകുളത്ത് നമ്മൾ നിൽക്കുന്നത് ഗോപാല പ്രഭു റോഡ്. ഈ ഒരു റോഡിനെ പറയുന്നത് ഗോപാല പ്രഭു റോഡ്. അതുപോലെ തന്നെ ഈ സൈഡ് ഇപ്പൊ കടയുടെ ലുക്ക് ഇങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ആ കാണുന്നതാണ് ജംഗ്ഷൻ, ഫ്ലവർ ജംഗ്ഷൻ. ആ കാണുന്ന ജംഗ്ഷന് ഫ്ലവർ ജംഗ്ഷൻ. അവിടുന്ന് അങ്ങോട്ട് മൊത്തം ഗോപാലപുരം എന്ന് വെച്ചാൽ MG റോഡ് വഴിക്ക് കയറുകയാണെങ്കിൽ ആ സൈഡിൽ കൂടെ കയറാം. അതേപോലെ ഗോപാലപ്രഭു റോഡാണ് ഈ ഫുൾ കാണുന്നത്. ഇതുപോലെ ഈ റോഡ് അവിടെ നിന്ന് റൈറ്റ് സൈഡിൽ കൂടെ വരാണെങ്കിൽ മേനക വഴിക്ക് വരാം. നമുക്ക് ഈ ആ മേനക വഴിക്ക്, അതുപോലെ കോൺവെന്റ് ജംഗ്ഷൻ വഴിക്ക്, എങ്ങനെ വേണമെങ്കിലും കറങ്ങി തിരിഞ്ഞെത്തി കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയാം ഗോപാലപ്രഭു റോഡിൽ അനീരയിൽ. അപ്പം അനീരയിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പം കുറച്ചൊക്കെ ഡിസ്പ്ലേ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇട്ടിരിക്കുന്ന സെയിം ഒരു പീസ് ഇതാ ഇവിടെ ഉണ്ട്. നല്ല അടിപൊളി. ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ റെഡിമെയ്ഡ് ഡിസൈനർ പീസസ് ആണ് വരുന്നത്. അതുപോലെ മെറ്റീരിയൽ വൈസ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി അടിപൊളിയാണ്. റേറ്റ് വൈസും പ്രീമിയം ക്വാളിറ്റി ആകുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്ന മാർക്കറ്റിൽ, നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ കുറച്ച് പ്രീമിയം കളക്ഷൻസ് ഞാൻ ഇവിടെ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും കയറി നോക്കാം എന്താണ് ഇവിടുത്തെ വെറൈറ്റീസ് വരുന്നത്. ഇവിടെയും കണ്ടോ ഡിസ്പ്ലേയിൽ. ഇതൊക്കെ അല്ല നമ്മുടെ വിഷയം. ഇന്ന് കാണിക്കാൻ പോണത് ഫസ്റ്റ് നമുക്ക് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. കുറേ പേരുടെ റിക്വസ്റ്റ് ആയിരുന്നു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഐറ്റംസ് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ഒന്ന് കാണിച്ചു തരുന്നത്. വരുമോ? എല്ലാ പ്രാവശ്യവും നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ കുറേ വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഈ പ്രാവശ്യത്തെ വെറൈറ്റീസ് ഒക്കെ എന്ത് രസമായിരിക്കും കാണാനായിട്ട്. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാം. അടിപൊളിയാണല്ലോ മെറ്റീരിയൽ വൈസ്. ഹലോ മാഷേ, എന്താണ് വിശേഷം? ഹലോ, വെൽക്കം ടു ദിസ് വീഡിയോ. ഒരാളും കൂടി ഉണ്ട് പരിചയപ്പെടാനായിട്ട്. ഒരാളും കൂടി ഒന്ന് പരിചയപ്പെടാം കാര്യമായിട്ട്. ഹലോ, എന്താണ്? സുഖാണോ? സുഖം. ഈ മൈക്കൊന്ന് ഞാൻ ഇവിടെ വെച്ചോട്ടെ. പിന്നെ എന്താണ് വിശേഷം? ഓണൊക്കെ അടിച്ചു പൊളിച്ചു. ഇനി അടുത്തത് നമുക്ക് ക്രിസ്മസ് വരാൻ പോകണം. അത് അടിച്ചു പൊളിക്കാനായിട്ട് ഇവിടെ വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ ഞാൻ ഇട്ടിരിക്കുന്നത് ആദ്യം വെച്ച് നോക്കാം. കാരണം ഈ ദുപ്പട്ടയ്ക്ക് എനിക്ക് പിന്നില്ല. അപ്പൊ ഈ ദുപ്പട്ട ഒന്ന് മാറ്റി വെക്കണം. അപ്പൊ നല്ല അടിപൊളി ഒരു ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു കോമ്പിനേഷനിലുള്ള നമ്മളെ സെലക്ഷൻ എന്ന് പറഞ്ഞാല് അടിപൊളി സെലക്ഷൻ ആണ്, പറയാണ്ട. സത്യം. ഞാൻ ഏറ്റവും എന്താ പറയാ, നമുക്ക് എല്ലാതും ഇഷ്ടപ്പെടും. എല്ലാതും ഇട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഉള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറാണ്. അപ്പൊ അതുകൊണ്ട് അത് വെച്ച് നോക്കി ഇട്ടതാണ്. പക്ഷെ ഓവറോൾ ഭയങ്കര ഇഷ്ടമായി. മെറ്റീരിയൽ വൈസ് നല്ല സിൽക്കി സോഫ്റ്റ് മെറ്റീരിയലോ. ഉള്ളിലത്തെ ഇന്നർ വരെ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ. പിന്നെ ദുപ്പട്ട ഒന്ന് കാണിക്കാം. ദുപ്പട്ട 2 കളറായിട്ട് വരുന്നതാണ്. അതുപോലെ കട്ട് വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ കളേഴ്സും കളേഴ്സും സൈസ് വരുന്നുണ്ട്, കളേഴ്സും ഉണ്ട്. അപ്പൊ ഇതിൽ കളേഴ്സും ഉണ്ട്. അപ്പൊ ഇനി ഈ ദുപ്പട്ട മാറ്റി വെച്ചിട്ടുള്ള ഒരു എന്റെ സൈസ് എങ്ങനെ പെർഫെക്റ്റ് ആണോ എന്ന് അറിയണ്ടേ. ഈ ദുപ്പട്ട ഒന്ന് പിടിച്ചേ, സൂക്ഷിച്ചു വെച്ചോളാം, ഞാൻ പോകുമ്പോൾ എടുത്തോളാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഫിറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ലാർജ് സൈസാണ്. ഞാൻ ഇപ്പൊ തടി കുറഞ്ഞിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ ജിമ്മിന് കൊടുത്ത കാശ് മുതലായി. ഞാൻ പോവാറില്ല ജിമ്മിന്, കാശിന് കൊടുത്തത് മുതലാവണ്ടേ. എന്തായാലും ഇത് സൈസ് വൈസ് ഓക്കെയാണ്. ഞാൻ തടി കുറഞ്ഞതിന്റെ ഒരു പ്രശ്നം മാത്രമല്ല, ബാക്കി ഓവറോൾ സ്റ്റാൻഡേർഡ് പ്രീമിയം ക്വാളിറ്റിന്ന് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അവർക്കുള്ളതാണ് ഈ ഒരു പെർഫെക്റ്റ് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഓരോന്ന് വെച്ചിട്ട്. അതിന് മുന്നേ ഒരു മിനിറ്റ് നെക്ക് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേൾ വർക്ക്, അതും ഫുൾ ലോക്കിംഗ് സിസ്റ്റത്തിലാണ് ഈ ഒരു പേൾ വർക്കിന്റെ ഡീറ്റെയിലിംഗ് വരുന്നത്. ഇനി നമുക്ക് കളക്ഷൻസ് വെച്ച് തുടങ്ങാം. ഞാൻ തെരഞ്ഞെടുക്കട്ടെ ഒരെണ്ണം. മാർക്കറ്റില് എന്താ പറയാ, പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ വൈസ് നമുക്ക് തുടങ്ങാം. തീർച്ചയായും. അതും നല്ല അടിപൊളി ഷെയ്ഡ്, പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന
നല്ല സൂപ്പർ സാധനം. സൂപ്പർ നമ്മളിവിടെ പറഞ്ഞാ പോരാ, അത് കാണിച്ചു കൊടുക്കണം. കണ്ടാലാണ് അതിന്റെ ഒരു വെറൈറ്റി മനസ്സിലാവുള്ളൂ. ഇത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓർഗൻസ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ ഈ ഓർഗൻസയിൽ തന്നെ നമുക്ക് ഷിമ്മർ, ഇത് അടിയിലത്തെ പോർഷൻ ഓർഗൻസ, അതില് ഷിമ്മർ എന്ന് പറയുമ്പോൾ നമ്മളെല്ലായിടത്തും കണ്ടിട്ടുണ്ടും കേട്ടിട്ടുണ്ടും, പക്ഷെ ഷിമ്മറിൽ തന്നെ മുന്തിയ ക്വാളിറ്റി എന്നൊക്കെ പറയില്ലേ, പ്രീമിയം. അതെ. അപ്പൊ ഇത് ശരിക്കുള്ള ലുക്ക് വരുമ്പോ ഇത് ഒരു ആന്റിക് ഷെയ്ഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഒക്കെ വന്നിട്ട് അതിന്റെ ഒരു ദുപ്പട്ട ഫുൾ വർക്കോട് കൂടിയിട്ടില്ലേ. അപ്പൊ ക്രിസ്മസിന് റെഡ് ആൻഡ് വൈറ്റ് ഇടണമെന്ന് ഒരു നിർബന്ധമില്ല, ഇത് പിന്നീടല്ലോ അല്ലേ. ഇത് ശരിക്കും ഇട്ടിട്ടില്ല മാഷേ, ശരിക്കൊന്നും ഇട്ടതായോ, ലെങ്ത് ഒക്കെ കറക്റ്റ് ആക്കിയതായോ? എന്നാലും ഞങ്ങക്ക് നീളം വീതി ഒക്കെ കറക്റ്റ് ആണെന്നൊക്കെ അറിയണ്ടേ. ഇതാണ് ശരിക്കുള്ള ലുക്ക്. പക്ഷെ ഇത് മാത്രല്ല, ഇതിലൊരു 4 ഷെയ്ഡ് വരുന്നുണ്ട്. നമ്മൾ കാണിക്കുന്ന എല്ലാത്തിലും ഒരു 4 ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇത് പക്ക അതിന്റെ തൊട്ട് ഫീൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ പിടിക്കില്ല, അവരുടെ സ്കിന്നേക്കാളും സോഫ്റ്റ് ആണ്. അത്ര അതിനേലപ്പുറം എനിക്ക് എന്താ പറയാനുള്ള വർക്ക് ഫുൾ വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത്. താഴെയും അതുപോലെ ദാമന്റെ പോർഷനിലും വർക്ക് വരുന്നുണ്ട്. ഇനി ഇതിന്റെ റേറ്റ് അറിയണമെന്ന് വെച്ചാൽ ഒന്ന് വിളിക്കുക, സംസാരിക്കുക, ഡീറ്റെയിൽ ആയിട്ട് അവർ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. റേറ്റ് പറയാൻ എനിക്ക് അനുവാദമില്ല, കാരണം ഇത് ഹോൾസെയിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വാളിറ്റി കഴിഞ്ഞു. ഇതാണ് മാർക്കറ്റിലത്തെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. മാർക്കറ്റിലത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുതിയ വന്നിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ഇനി ഉള്ളതും ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ്. ഇനി വെച്ചിട്ട് എവിടുന്ന് ഇനി നിങ്ങൾ തുടങ്ങിക്കോ. മോഡൽ തന്നെ എന്ന് പറയുമ്പോൾ ബ്ലാക്ക്, റെഡ്, വൈറ്റ്, നോർമലി എല്ലായിടത്തും കാണുന്നേക്കാളും കുറച്ചുകൂടി ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലിലുള്ള വർക്കാണ്. ഇതും ഭയങ്കര സോഫ്റ്റ് ആണ്. അതിന്റെ ശരിക്കുള്ള ലുക്ക് എന്ന് പറയാനായിട്ട് മോഡലിൽ ഇങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവില്ല. സാധാരണ മോഡലൊക്കെ പറയുമ്പോൾ എല്ലായിടത്തും ബ്രിക്ക് ഷെയ്ഡ്, റെഡ്, ബ്ലാക്ക്, ആ ഒരു ഷെയ്ഡ്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ഒരു കോമ്പിനേഷനിലാണ്. ഇതാണ് സ്ലീവിന്റെ പോർഷൻ വരുന്നത്. ഡിഫറെന്റ് ആണ്. കട ഉള്ളിലേക്ക് നിങ്ങൾ കാണുമ്പോ ചെറുതാണ്, പക്ഷെ ചെറുതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉള്ളിൽ ഇരിക്കുന്ന ക്വാളിറ്റി അതൊരു അല്ലെ. സത്യം, ഇവിടെ വരുമ്പോ ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്, ഡയറക്റ്റ് വന്നിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. പിന്നെ ഇത് ബൾക്കായിട്ട് എടുക്കണം നിർബന്ധമാണ്, ഹോൾസെയിലാണ്. ഒരു പീസിനായിട്ട് ആരും വിളിച്ച് ചോദിക്കരുത്, വരും വേണ്ട. അപ്പൊ സൺഡേ ഓപ്പൺ ആയിരിക്കും സീസൺ ടൈമിൽ. ഇനി ഇതിന്റെ ദുപ്പട്ടൊന്നും ഇട്ട് നോക്കട്ടെ, ലെങ്ത് എനിക്ക് കാണണം, വെറുതെ പറഞ്ഞാ പോരാ അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങോരാണോ എനിക്ക് ദുപ്പട്ട ഇട്ട് തന്നത്, ഈ പ്രാവശ്യം ഒന്നും മാറിയെന്ന. കഴിഞ്ഞ പ്രാവശ്യം വൈഫിന് ചീത്തട്ടില്ലേ. ബ്ലാക്കിലാണ് കേട്ടോ. ഇതാണ് ഫുൾ ഓവറോൾ ലുക്ക് വരുന്നത്. മോഡൽ എന്ന് പറയുമ്പോൾ പ്രീമിയം ക്വാളിറ്റിയിലുള്ള മോഡൽ. ഇനിയിപ്പോൾ പ്രീമിയം സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അത് മാത്രമല്ല, ഇത് കൂടാണ്ട് നോർമൽ ആയിട്ടുള്ള ഐറ്റംസും ഇവിടെ ഉണ്ട്. പക്ഷെ ഇത് വെറൈറ്റി ഇപ്പൊ കാണിക്കുന്ന വെച്ചാൽ നമുക്ക് കുറെ കമന്റ്സ് ഒന്ന് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ ഒരു വീഡിയോ ചെയ്യുമോന്ന് ചോദിച്ചാൽ. അവർക്കുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ വരുന്നത്. അപ്പൊ മോഡലിൽ ഇത് മാത്രമല്ല കുറെ പ്രിന്റ്സ് മാറിയായിട്ട് വരുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇനി അടുത്തത് ഇത് വന്നിട്ട് ഇത് ഓർഗാൻസിൽ ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയോ, ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ മുഖത്ത് കളറൊന്നും നമ്മൾ പൊതുവെ നമ്മളെ കസ്റ്റമർ ഐഡിയ നോക്കിയിട്ടാണ് എല്ലാം കാണിച്ചു കൊടുക്കുന്നത്. ഒരു കസ്റ്റമർ നമ്മളതെന്നില്ല മിസ്റ്റേക്ക് പറയില്ല. അത് അവരെന്താണോ അവരെ ടേസ്റ്റ് അതിനനുസരിച്ച് എല്ലാവിധ ഐറ്റം നമ്മൾ എല്ലാതും മേഡം പറഞ്ഞില്ലേ ഇഷ്ടപ്പെട്ടെന്ന്, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പൊ ഇത് ഓർഗൻസ മെറ്റീരിയലില് നല്ല ലൈറ്റ് വെയിറ്റ് സോഫ്റ്റ് ഫാബ്രിക്കിലാണ് വരുന്നത്. ഇതാണ് ഇതിന്റെ ലുക്ക്. ഓവറോൾ എല്ലായിടത്തും ത്രെഡ് വർക്ക് പോയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ദുപ്പട്ടയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലെ, ഭയങ്കര സോഫ്റ്റ്. പാകിസ്ഥാനി വെറുതെ പറയല്ലേ, ഇതൊരു പക്ക പാകിസ്ഥാനി. എന്നാൽ ലൈറ്റ് വെയിറ്റിലാണ്, മിററോട് കൂടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ശരിക്കുള്ള ലുക്ക് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ. അപ്പോൾ സിംഗിൾ ഷെയ്ഡിലാണ് ഇതിന്റെ ടോപ്പും ബോട്ടം വരുന്നത്. ദുപ്പട്ടയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോറി കേട്ടോ, അതൊക്കെ സാരില്ല, അതൊക്കെ വീഡിയോയുടെ ഇടയിലൊക്കെ തട്ടുമുട്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉള്ളതാണ്. ഇല്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ കഴിഞ്ഞിട്ട് 2 ഇടിച്ചിട്ടേ പോവുള്ളൂ. അടുത്തത് ആസിഫാണ് നമുക്ക് എടുത്തു തരുന്നത് ഓരോന്നോരോന്ന്. കാരണം ഇത് കുട്ടികളെ പിടിക്കുന്ന പോലെ പിടിക്കുന്ന അത്രയും പ്രീമിയം ക്വാളിറ്റി ആണല്ലോ. സോഫ്റ്റ് ഫാബ്രിക്കില് ഇതാ ഇങ്ങനെ ഇതാണ് ഭാഗം.
ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇത് വരുന്നത് ടോപ്പ് പോർഷൻ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ചെറിയ ചെറിയ സീക്വൻസ് വർക്ക്, ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ പോയിട്ടുണ്ട്. പാന്റ് വരുമ്പോൾ പാന്റ് പ്ലെയിൻ ആണ്. കളർ അടിപൊളിയാട്ടോ, ഒരു ഓണിയൻ ഷെയ്ഡില് നല്ല അടിപൊളി. 4 കളർ ഉണ്ട് അല്ലേ? പിന്നെന്താ പറയണോ, ഇട്ടോളേ. ഇത് തിരിച്ചാണ് കണ്ട, ഞാൻ പറഞ്ഞില്ലേ വെറുതെ അല്ല, ഭാര്യക്ക് ഷോൾ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ലാവില്ല. വീണ്ടും തിരിച്ചിട്ടെന്ന് തോന്നുന്നുണ്ട്. ശരിയാണോ? ഞാൻ തിരിഞ്ഞു പോവോ? പക്ഷെ നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല സോഫ്റ്റ്. ഇവിടെ വരുമ്പോ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടും. ഇത് നമുക്ക് 100% ഉറപ്പായിട്ട് ഓൺലൈനിൽ വരിക. ചിലർക്ക് ഒരു പേടിയുണ്ടോ, അയ്യോ ഇത് കാണിക്കുന്ന മെറ്റീരിയൽ തന്നെയാണോ നമുക്കിത് വീട്ടിലെത്തുമ്പോൾ കിട്ടുക അല്ലെങ്കിൽ കടയിലേക്ക് എത്തുമ്പോൾ കിട്ടുക എന്നുള്ളത്. പക്ഷെ നമുക്ക് ഒരു വിശ്വാസം, ഒരു ട്രസ്റ്റ്, ഒരു 101% എന്നൊക്കെ പറയില്ലേ, ആ ഒരു ട്രസ്റ്റ് ആണ് നമുക്ക് അഞ്ജലിയിലുള്ളത്. അത്ര ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോ ഇതുവരെ അങ്ങനെ ഡിസപ്പോയിന്റ് ആയിട്ടില്ല. നമുക്ക് പിടിക്കുന്ന ക്വാളിറ്റിക്ക് അതിനുള്ളത് നമ്മൾ വാല്യൂ ഉണ്ട് കേട്ടോ അല്ലേ. അപ്പൊ ഇതൊരു കളർ ഏത് ചോദിച്ചാലും ഉണ്ട്. 4 കളേഴ്സ് സെയിം ഇതില് വരുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നൊരു സെൽഫ് പ്രിന്റോട് കൂടിയിട്ട് മസ്ലിനില് സെറോസ്കി ഡയമണ്ടും അതുപോലെ സെൽഫ് പ്രിന്റോട് കൂടിയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഇത് ദാമന്റെ പോർഷൻ ആണ്, ഇത് മോൾ പോർഷൻ ആണ് വരുന്നത്. അതെ, പക്ഷെ ഞാൻ തല തിരിക്കില്ലല്ലോ, ഞാൻ കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കില്ലേ. നമുക്കങ്ങനെ തല തിരിക്കാൻ പറ്റുമോ? ഇത് ലെങ്ത് ഒക്കെ പക്ക കറക്റ്റ് ആട്ടോ. മോളിത്തെ ഭാഗം ഇങ്ങനെ മടക്കി വെച്ചത് കൊണ്ടാണ്. കണ്ടോ, തയ്ച്ചാലും പിന്നെയും തുണി ബാക്കി ഉണ്ടാവുക. ഒരു കുട്ടിക്ക് കൂടി തയ്ക്കാനുള്ള തുണി ഉണ്ടാവും. ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കേട്ടോ. അതിന്റെ പാന്റ് വരുന്നത് പ്ലെയിൻ. അതുപോലെ ദുപ്പട്ട വരുമ്പോ ദുപ്പട്ടയിൽ ഓവറോൾ പ്രിന്റ്, ഡിജിറ്റൽ പ്രിന്റിന്റെ വർക്ക്, അതുപോലെ സൈഡിൽ സമോസ ലേസിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസ്ലിൻ ഫാബ്രിക്കിൽ, നല്ല പ്യുവർ മസ്ലിൻ ഫാബ്രിക്കിലാണ് കേട്ടോ. ഇപ്പൊ കാണിക്കുന്നത് ഒക്കെ പ്യുവറിലുള്ള മെറ്റീരിയൽസ് ആണ്. ഇതിന്റെ തന്നെ സെമി വേണമെന്ന് പറയുകയാണെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്. സെമിയും ഉണ്ട്. ഇതിപ്പോ പ്രീമിയമിലാണ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ കിട്ടുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ അൺസ്റ്റിച്ചഡ് മാത്രമല്ല, റെഡിമെയ്ഡ് ഉണ്ട്. അതുപോലെ തന്നെ വെസ്റ്റേൺ വെയറും ഉണ്ടോ? വെസ്റ്റേൺ വെയറും ഉണ്ട്. അപ്പൊ റെഡിമെയ്ഡും അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ വെസ്റ്റേൺ വെയർ മോഡൽ. ഇപ്പൊ നമ്മൾ കാണിക്കുന്ന മോഡലിൽ തന്നെ പല വെറൈറ്റിയിൽ വരുന്ന കളേഴ്സിലും ഡിസൈൻസും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടുള്ള മോഡലിൽ തന്നെ വരുന്ന ഐറ്റങ്ങളാണ്. അപ്പൊ ഇത് മോഡലില് ലൈറ്റ് ഷെയ്ഡിലാണ്. അപ്പൊ ലൈറ്റ് വേണമെന്ന് വെച്ചാൽ ലൈറ്റ്, ഡാർക്ക് വേണമെന്ന് വെച്ചാൽ ഡാർക്ക്. ഇതിന്റെ ദുപ്പട്ടയും വരുമ്പോൾ ലൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇത് ഓവറോൾ കടയിൽ ഒരാൾ വന്നിട്ട് നിങ്ങളോട് പ്രീമിയം കളക്ഷൻ ചോദിച്ചത് നിങ്ങളുടെ മേശം അങ്ങോട്ട് വിരിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ സെയിൽ ചെയ്യും, പറയാണ്ട. അതും ഡബിൾ മാർജിനോട് കൂടിയിട്ട് സെയിലാക്കാൻ പറ്റും. നമ്മൾ ഇവിടുന്ന് മേടിക്കുന്നതിനേക്കാളും ഡബിൾ എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാളും കൂടുതൽ മാർജിൻ ഇട്ടിട്ട് വേണമെങ്കിൽ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പറഞ്ഞ കാശാണ് ഈ ഒരു സാധനം കൊടുത്തത്. തൊട്ട് കഴിഞ്ഞാൽ ഒരു ഫീൽ ഉണ്ട്. പെണ്ണുങ്ങൾ ഇപ്പൊ കൂടുതലല്ല, ആദ്യം ഒന്നും അറിയില്ലായിരുന്നു മെറ്റീരിയൽ. ഇപ്പൊ എന്ന് പറയുമ്പോൾ തൊടുമ്പോഴേക്ക് അറിയാം അവർക്ക് എന്താണ് ക്വാളിറ്റി, ആ കൊടുക്കണ കാശിനുള്ളത് ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. പിന്നെ ഈ ഷിമ്മറിൽ ഞാൻ ഫുള്ള് തുറക്കണില്ല, ഇതിന്റെ ഫോൾഡിങ് പോകുന്നതല്ല. പക്ഷെ ഷിമ്മറിലാണ് ഇതിൽ ഫുൾ ത്രെഡ് വർക്കും അതുപോലെ തന്നെ ഡിജിറ്റൽ വർക്ക്. ഇത് ദാമന്റെ പോർഷൻ ആട്ടോ ഫുൾ വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ദുപ്പട്ട പ്യുവർ ഷിഫണില് ത്രെഡ് വർക്ക് അല്ലേ. ഇതിന് എവിടെ ഇടാ ആകെ ഒരു കൺഫ്യൂഷൻ. അപ്പൊ ഒരു കാര്യം ചെയ്യാതെ ഇതിങ്ങനെ വെച്ചോ. വേറെ ഒന്നും വർത്തിയൊന്നുമില്ല. പ്യുവർ ഷിഫോണില് ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പാന്റ് പ്ലെയിനിലാണ് കേട്ടോ വരുന്നത്. അടിപൊളി ഒരു പീസാണ്. ഇട്ട പോലെ ഇരിക്കും. പക്ഷെ ഒരു തവണ ഒരു ഫംഗ്ഷനൊക്കെ ഇട്ട് പോയാ ചോദിക്കും എവിടെ നിന്നാണ് ഇതെന്ന് പറയാം അല്ലെ. അത്രയും നല്ല എൻക്വയറീസ് വരും കേട്ടോ. നിങ്ങൾക്ക് എന്താ കാരണം എന്നറിയോ, കല്യാണത്തിന് എവിടെയെങ്കിലും ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ ഈ സാധനം എവിടെ നിന്നാണെന്ന് പറയാം. പക്ഷെ ഒരു പീസായിട്ട് കിട്ടില്ല, കച്ചവടക്കാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ ഓർഗൻസില് വാവ്, ഓർഗൻസില് തന്നെ പ്യുവറില് ദാമന്റെ വർക്ക്, മിറർ വർക്ക് വരുന്നുണ്ട്. അതും ഒറിജിനൽ നല്ല അതെ ക്രോഷിയര വർക്കാണ് കേട്ടോ. കൊടുത്തിരിക്കുന്ന ക്രോഷിയര ലേസ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ദുപ്പട്ട, ഈ കളർ കോമ്പിനേഷൻ എന്നൊക്കെ പറയുമ്പോൾ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ കോമ്പിനേഷൻ അല്ലേ. ഈ ദുപ്പട്ടയിലും സെയിം ഒറിജിനൽ മിറർ വർക്ക്. കാരണം മിറർ ഒറിജിനൽ ആയാലും അത്ര ഹെവി എന്ന് പറയാനില്ല, കാരണം തുണി അത്ര ഹെവി അല്ല. അപ്പൊ നമുക്ക് ഹെവി എന്ന് മീൻസ് ക്വാളിറ്റി വൈസ് ഹെവിയാണ്. തൊടുമ്പോ ഇടുമ്പോ ആ ഒരു ഫീലിംഗ് ഇല്ല, നമുക്ക് ഒന്നും ഇടാത്ത ഒരു ഫീലിംഗ് ഇല്ല, ആ ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. ഇതേപോലെ ഷർട്ടൊക്കെ ആണെങ്കിൽ എന്ത് രസമില്ലേ. പക്ഷെ ഭാര്യക്ക് എത്ര എണ്ണം മേടിച്ചു കൊടുത്തു ഞാൻ പറയില്ല. അത് നല്ല അടിപൊളിയാട്ടോ, അത് സൂപ്പർ സോഫ്റ്റ് മെറ്റീരിയൽ.
പിന്നെ വരുന്ന ഐറ്റം എന്ന് പറയുന്നത് പാകിസ്ഥാനി പാകിസ്ഥാനി ഉണ്ട് കേട്ടോ ഇവിടെ. പാകിസ്ഥാനി ചിക്കു ഷെയ്ഡില് ഓവറോൾ ഇത് ബാന്തിനിയുടെ ഒരു ടച്ചും പിന്നെ ഒരു കസുവിന്റെ പട്ടിന്റെ പോലത്തെ ഒരു ഫീലിംഗ് കൊടുത്തിട്ട് ഫുൾ വീവിങ്ങോട് കൂടിയിട്ടാണ്. അതെ, ഫുൾ വീവിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഒരു വർക്ക് വരുന്നത്. ബാന്തിനിയുടെ ടച്ചും കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ വരുന്നത്. അതെ, ഇതിങ്ങനെയാണ് ലുക്ക് വരുന്നത്. ഇതിന്റെ ദുപ്പട്ട വരുമ്പോ ഷിഫോണില് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ സൈഡിൽ ഇങ്ങനെ ലേസിന്റെ ഡീറ്റെയിലിംഗ് കൂടിയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ പ്രീമിയം എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം റേറ്റ് എനിക്ക് പറയണമെന്നുണ്ട് അത്രയും, പക്ഷെ നിവർത്തിയില്ല. എന്തായാലും വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റ് അറിയാം. പക്ഷെ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരാവണം. സിംഗിൾ പീസ് റേറ്റ് അറിയാൻ വേണ്ടി അങ്ങനെ വിളിക്കരുത്. കച്ചവടക്കാർക്ക് മാത്രം കേട്ടോ. കച്ചവടക്കാർ എന്ന് പറയുമ്പോൾ ഇപ്പൊ സ്റ്റാർട്ടപ്പ് ചെയ്യണവരാണെങ്കിൽ അവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഇല്ലേ. പിന്നെ അടുത്തൊരു ടിഷ്യൂല് വരുന്നതാണ്. ഇതാണ് ദുപ്പട്ട. ടിഷ്യൂല് ഓവറോൾ ഫുൾ ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ്. ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചാലാണ് അതിന്റെ ഒരു ഭംഗി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം അതിന്റെ താഴെ ഭാഗത്താണ് ഇത് വർക്ക്. ശരിക്കും എല്ലാം തുറന്ന് കാണിക്കണം, എന്നാലും ആ ഒരു ഭംഗി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഫുൾ സ്റ്റോൺ വർക്കും ഇട്ട് കൊടുത്തിട്ട് അതൊന്നല്ല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങോരോ ഷോൾ ഇട്ടത് എന്റെ കുടുംബം കലങ്ങി നിങ്ങളുടെയും കൂടി കലങ്ങിക്കോട്ടെ എന്ന് ഭാര്യയുടെ നിന്ന് ഇട്ടി ഉറപ്പാ. ഇത് സ്ലീവിന്റെ പോർഷൻ ആട്ടോ. ഈ ഒരു പോർഷൻ വരുന്നത് സ്ലീവിന്റെ പോർഷൻ. അതുപോലെ ഇതിൽ ലൈനിങ്ങും വരുന്നുണ്ട്. ലൈനിങ് സെപ്പറേറ്റ് ഉണ്ട്. ഓക്കെ, ലൈനിങ്ങും അതുപോലെ ഇത് ബോട്ടം കൂടി വരുന്നുണ്ട്. ഒരുമിച്ചാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ലൈനിങ്ങിന്റെ കാര്യത്തിൽ ചില മെറ്റീരിയൽ അങ്ങനെ വരുന്നുണ്ട്. പ്രീമിയറിൽ അങ്ങനെ തന്നെ വരുന്നുണ്ട്. ലൈനിങ് ഉള്ളത് വരുന്നുണ്ട്. ചിലതിൽ വരുന്നില്ല, ചിലതിൽ വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇത് അടിപൊളി ഒരു പീസാണ്. ഇതിന്റെ തന്നെ കളർ ഓപ്ഷൻ നല്ല ദുപ്പട്ട ഡിജിറ്റൽ പ്രിന്റ് ആണ്. വൺ സൈഡ് ആണ് ഇതിന്റെ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ. വൺ സൈഡ് ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ്, വൺ സൈഡ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട്. അപ്പൊ ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ വരുന്നത് പാകിസ്ഥാനി ഷിമ്മറിൽ തന്നെ ഷിമ്മറിൽ വരുന്നല്ലേ. ഇതിന്റെ നല്ല പ്രീമിയം ആയതോടെ ഇതൊക്കെ നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണ് കേട്ടോ മാഡം. പറയാനുണ്ട്, എനിക്ക് തൊടുമ്പോ ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കര. കാരണം നമ്മളതെന്താ വീണ്ടും എടുത്ത് പറയുന്നതിന്റെ കാരണം വെച്ചാല് നമ്മൾ ആ ഫീല് വരുന്നത് ഈ സാധാരണ എടുക്കണ ഡ്രസ്സിനേക്കാളും നമ്മളിങ്ങനെ പിടിക്കുമ്പോ അതിൻ്റെതായിട്ടുള്ളൊരു നമ്മള് ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്, റെസ്പെക്ട് കൊടുക്കാന്നൊക്കെ പറയില്ലേ. ഡ്രസ്സിന് വരെ ഒരു റെസ്പെക്ട് നമുക്ക് ആ കസ്റ്റമർ ഫീല് വേണം. കാരണം നമ്മൾ കൊടുക്കുമ്പോൾ കസ്റ്റമർ ഫീൽ ചെയ്യണം. ആ രീതി നമ്മൾ എല്ലാം അങ്ങനെ ആ പാറ്റേൺ എല്ലാ ഐറ്റം ഇവിടെ ഉള്ളത്. നമ്മളിപ്പോ നമുക്ക് ഒരു 100 ഐറ്റംസ് പിടിച്ച അത് നമ്മൾ കച്ചറ പോലെ ചിലപ്പോൾ അങ്ങോട്ട് ഇട്ടത്. പക്ഷെ ഇതങ്ങനെ തോന്നില്ല. ഇത് തരുമ്പോഴും റെസ്പെക്റ്റോട് കൂടിയിട്ട് മേടിക്കുമ്പോഴും ആ ഒരു റെസ്പെക്ട്, അതിനുള്ള വാല്യൂ ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവം. ഫുൾ പാകിസ്ഥാനി സ്റ്റൈലില് ഇതിന്റെ ഷോൾ കണ്ടില്ല, ഫുൾ ഡിജിറ്റൽ വർക്കാണ്. ഡിജിറ്റൽ വർക്കില് അത് നല്ല ഡിജിറ്റൽ വർക്ക് ഉണ്ട്. സാധാരണ പറയുന്ന ഒരു ഡിജിറ്റൽ വർക്ക് അല്ല. അതെ, കുറച്ച് 3D സ്റ്റൈലുള്ള ഡിജിറ്റൽ വർക്കാണ് വരുന്നത് കേട്ടോ. ഒരു എംബോസ് ചെയ്ത് നിൽക്കുന്ന പോലത്തെ എംബോസ് അല്ല, 3D ഫീലിംഗ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. കട മൊത്തം കാണിക്കാൻ പറ്റില്ല. അപ്പൊ കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അത് ഒളിപ്പിച്ച് വെച്ച് കാണാം. എന്താ പേര് ഇൻസ്റ്റാ പേജ്? അതില് ഇങ്ങനെ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് ആണ്. നമ്മളില്ലാത്ത കളക്ഷൻസ് ഇൻസ്റ്റാ യൂട്യൂബ് ഒക്കെ അപ്ഡേറ്റഡ് ആണ്. അതെ, മോഡൽ അതില് പോയാൽ ഇവിടെ ഇല്ലാത്ത ഞാൻ കാണിക്കാത്ത കളക്ഷൻസ് വരെ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അടുത്തത് മോഡൽ. ഇതിന്റെ വർക്ക് ഒക്കെ ഉണ്ട്. കാന്ത വർക്ക് വരുന്നുണ്ട്, അതും ഒറിജിനൽ. അതെ അതെ, കട്ട് ബീറ്റ്സ് വരുന്നുണ്ട്. ചില വർക്കുള്ള ടൈപ്പ് അത് ചെറിയ ഇങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള വർക്ക്. അങ്ങനെ സൂം ചെയ്ത് കാണുമ്പോഴേ കറക്റ്റ് ആയിട്ട് അറിയുള്ളൂ കേട്ടോ. അത് വെറുതെ ഇങ്ങനെ. അതെ, ശരി. ഈ ഒരു ഡീറ്റെയിലിംഗ് താഴെ ഭാഗത്തൊക്കെയാണ് കണ്ടോ, ഫുൾ ഡീറ്റെയിൽ ആയിട്ട്. അതിൽ ഫുള്ള് ഫ്രഞ്ച് നോട്ട്, അതുപോലെ സീക്വൻസ് വർക്ക്, ഇതിന്റെ ഒക്കെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് ചെറിയ വർക്കുകൾ ഇങ്ങനെ കയറി വരുമ്പോൾ അതിന്റെ ഒരു അതാണ് അതിന്റെ ഒരു വെറൈറ്റി. കാരണം ഇത് കാണുന്നതിന്റെ ലുക്ക് ഇതിലാണ്. അതെ അതെ അതെ, ആൾക്കാർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യണത്. അതിന്റെ ദുപ്പട്ടയും കുറച്ച് അത്യാവശ്യം പ്രീമിയം ആണ്. അതുപോലെ തന്നെ സൈഡിലുള്ള ലൈസ് ഒക്കെ ഉണ്ടല്ലേ. അതെ, ചില നല്ല അതിന്റെ ലൈസ് വർക്ക് ഒക്കെ കണ്ടാൽ തന്നെ നല്ല ലൈസ് സൈഡിൽ ഇങ്ങനെ സെയിം ടോൺ ടു ടോണിൽ രണ്ട് സൈഡ് ലൈസ് വർക്ക്. അതുപോലെ അതിൽ എന്ത് വരുന്നുണ്ട്, ഡിജിറ്റൽ ആയിട്ട് സെയിം ആ ഒരു പ്രിന്റോട് കൂടിയിട്ടുള്ള വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. കളേഴ്സ് ഉണ്ട്, 4 കളേഴ്സ് ഉണ്ട്. പിന്നെ ടോൺ ടു ടോണിൽ സെയിം ഒരു ടോൺ ടു ടോണിൽ വരുന്നതാണ്. അതില് വർക്ക് ഫുൾ ത്രെഡ് വർക്കും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹാൻഡ് വർക്കും വരുന്നുണ്ട്. ഇതേ സെയിം വർക്ക് തന്നെ നമുക്ക് ദാമന്റെ പോർഷനിൽ വരുന്നുണ്ട് കേട്ടോ. ഇതില് 4 കളേഴ്സ് അല്ലേ.
പിന്നെ പാൻറ് സെയിം അത് തന്നെ. അപ്പോൾ ചിലതിൽ ഇത് നമുക്ക് ലൈനിങ് ഉണ്ടാവും, ചിലതിൽ ലൈനിങ് ഉണ്ടാവില്ല. അത് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ആ ഒരു പാൻറ് അറിയാൻ പറ്റും. എങ്ങനെയാ നമ്മളിത് ചൂസ് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ അയച്ചു കൊടുക്കില്ലേ? പിന്നെ തീർച്ചയായിട്ടും എങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് നമ്മൾ വീഡിയോ കോൾ ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചാൽ എടുത്തുള്ള വരാൻ പറ്റാത്തവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഇവിടെ ഇപ്പൊ മേഡം തന്നെ പറഞ്ഞു മെറ്റീരിയലിനെ പറ്റിയിട്ട് ഫീൽ ചെയ്യുന്നത്. ആൾക്കാർ ഇവിടെ വരുമ്പോ കൂടുതൽ അവർക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതെ, ഇപ്പൊ നമ്മളെന്ന് പറയുമ്പോ ഇപ്പൊ വീഡിയോ കോൾ ആയാലും ഇപ്പൊ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ആയാലും നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ഇത്ര ടൈമിന്റെ ഉള്ളിൽ ഇത്രയിലേക്ക് കാണിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ കടയിൽ ഇരിക്കുന്നത് പറയുമ്പോ 100-നെക്കാളും മേലെ നമുക്ക് വെറൈറ്റീസാ പറയണത്. വെറൈറ്റീസ് മാത്രം എന്ന് പറയുമ്പോൾ അത് വീഡിയോ കോളിൽ കാണിക്കാനായിട്ട് എങ്ങനെ പോസിബിൾ? അപ്പൊ അത് കാണണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്നേ പറ്റുള്ളൂ. ഒരു തവണ ഫസ്റ്റ് ടൈം കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് എങ്ങനെയാ, അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മേടിക്കാൻ പറ്റും. ദുപ്പട്ട ഫുൾ ത്രെഡ് വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ. പിന്നെ മെറ്റീരിയൽ വീണ്ടും പറയാണ് 101 എന്ന് പറയണത് അതിനേക്കാളും മുകളിലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ പറയാം. അത്രയും സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ഫാബ്രിക്കിന്റെ കാര്യത്തില് മാർക്ക് ഫുള്ളാ. അതെ, മോഡലില് ഇതിങ്ങനെ ഒരു മടക്കുണ്ട്. ഈ മടക്ക് ശരിക്കും നിവർത്തിയാലേ കറക്റ്റ് ലെങ്ത് അറിയുള്ളൂ. അല്ലെങ്കിൽ ഇത്രയ്ക്ക് ലെങ്ത് ഉള്ളൂ. ചിലവർക്ക് ലെങ്ത് കൂടുതൽ വേണം, ചിലവർക്ക് ലെങ്ത് കുറവ് വേണം. അപ്പൊ കറക്റ്റ് ആയിട്ട് ആ ഒരു മടക്കും കാര്യങ്ങളൊക്കെ നിവർത്തിയാലേ അറിയാൻ പറ്റുള്ളൂ. നല്ല സോഫ്റ്റ് ഫാബ്രിക്. ഇനി ഇതിന്റെ ദുപ്പട്ട ഹൈലൈറ്റ് അല്ലേ? എല്ലാത്തിലും ദുപ്പട്ട ഹൈലൈറ്റ് ആണ് കേട്ടോ. ഇതിന്റെ കസ്റ്റമർ അതാണ് ആവശ്യപ്പെടുന്നത്, കൂടുതൽ ദുപ്പട്ടയാണ് താല്പര്യപ്പെടുന്നത്. ഒരു ഫംഗ്ഷനൊക്കെ ആ ദുപ്പട്ട ഇട്ട് ഹീലിന്റെ ചെരുപ്പ് ഇട്ട് നിൽക്കുമ്പോ അപ്പൊ തന്നെ അവിടെ ഒരു പ്രൗഡി ഫീൽ. അപ്പൊ തന്നെ മുഖത്തേക്ക് ഭംഗി വേണമെന്നില്ല, ഡ്രസ്സിന്റെ കൂടെ തന്നെ ഭംഗി മുഖത്തേക്ക് വരും ഓട്ടോമാറ്റിക്കലി. ഞാൻ ഇവിടെ ഒക്കെ വെക്കുന്നുണ്ട്. മടക്കാൻ നല്ല പണിയായി നിങ്ങൾക്ക്. അടുത്തത് ആ സ്റ്റിച്ചിങ്. പിന്നെ ഇതെന്താ പേപ്പറിന്റെ കനം പോലും ഇല്ലല്ലോ, എന്തൊരു സോഫ്റ്റാ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഫ്രണ്ട് പോർഷൻ. ഇതേ സെയിം വർക്ക് തന്നെ നമുക്ക് ബാക്ക് പോർഷനിലും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഓവറോൾ ബാക്കും ഫ്രണ്ട് സെയിം ഫുൾ വർക്കോട് കൂടിയിട്ടാണ് വരുന്നത്. ഇത് കാണുന്നത് സ്ലീവിന്റെ പോർഷൻ, ഇത് കാണുന്നത് സ്ലീവിന്റെ പോർഷൻ. അപ്പൊ സ്ലീവും ഇതിൽ അറ്റാച്ച് ചെയ്യാം. പിന്നെ പാന്റ് പ്ലെയിൻ ആണ്. പിന്നെ ഇതേപോലെ ഇതിന്റെ ദുപ്പട്ട പറയണ്ടല്ലോ, ഇനി ചോദിക്കണ്ട, ഇട്ടോ ധൈര്യമായിട്ട് നമുക്കൊരു തീരുമാനമാക്കാൻ വീട്ടിൽ ചെന്നിട്ട് അല്ലേ? അവിടെ ഭയങ്കര സന്തോഷം. ഇതാ ഇത് ദുപ്പട്ട അങ്ങനെ. അപ്പൊ നല്ലൊരു ചാണക പച്ച കളറ്, നല്ല ബോട്ടിൽ ഗ്രീൻ. ചാണക പച്ച എന്ന് പറയില്ല, ബോട്ടിൽ ഗ്രീൻ, നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. പിന്നെ റെഡ് സെയിം കളർ ചേഞ്ച്. കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. പാകിസ്ഥാനി സ്റ്റൈലിലാണ് ഇത് വരുന്നത്. അതുപോലെ ദുപ്പട്ട പിന്നെ നിവർത്തേണ്ട ആവശ്യം വരില്ല, കാരണം നേരത്തെ കണ്ട അതേ ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നത്. പിന്നെ സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോ അത് നമ്മുടെ കലയാണ്. ഇഷ്ടമനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സൈസിന്റെ കാര്യം പറയണമെന്നില്ല. പിന്നെ ഇപ്പൊ ക്രിസ്മസ് വരുന്നത് കൊണ്ട് തന്നെ ഒരു വൈറ്റ് കാണിച്ചില്ല എന്ന് വേണ്ട, ഒരു വൈറ്റ് ഇവിടെ അല്ലേ? ക്രിസ്മസ് ആണ് വരാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് വിത്ത് ട്രാൻസ്പെറൻറ്റ് സ്വീക്വൻസ് വർക്കും അതിൽ തന്നെ നമുക്കൊരു നാടൻ ടച്ചും കൂടിയും കൊടുത്തിട്ടുണ്ട്. ഇതാ കസുവിൻ്റെ പട്ട. അപ്പൊ ഫുൾ സ്വീക്വൻസ് വർക്ക്. ഇത് വൈറ്റിലുണ്ട്, പല കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് എന്താ വെച്ചാല് ദുപ്പട്ടയില് കളർ ചേഞ്ച് വരും. ബേസ് വൈറ്റ് വന്നിട്ട് അതില് ദുപ്പട്ട എന്തെങ്കിലും കളർ ചേഞ്ച് ആയിട്ട് ഇത് കണ്ട ഇതിൽ തന്നെ കണ്ട മിറർ വർക്ക് തന്നെ ചില ഈ ദുപ്പട്ട സൈഡിൽ ഇപ്പൊ ഇത്തിരി ട്രെൻഡ് കൂടിയിട്ടുണ്ട് അല്ലേ? ഈ പാകിസ്ഥാനി കറാച്ചി ദുപ്പട്ട ഇതൊക്കെ ഇപ്പൊ ഇത്തിരി ട്രെൻഡ് കൂടുതലാണ് കേട്ടോ. അപ്പൊ എന്താ പറയാ, ഇനിയിപ്പോ അപ്കമിങ് ഫെസ്റ്റിവൽ ക്രിസ്മസ് ആണ്, ക്രിസ്മസിന് പറ്റിയ ഒരു ഐറ്റാണ്. അപ്പൊ ഇനി ഇത് തന്നെ വേണ്ട, നമുക്ക് ഇതിൽ തന്നെ കുറച്ച് വെറൈറ്റീസ് ആയി അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. റെഡ് വേണമെങ്കിൽ റെഡ് ഉണ്ട്, ഏത് ടൈപ്പിലും ഉണ്ട്. ഇനി ഇത് വൈറ്റ് മാത്രമേ ഞാൻ പിടിച്ചിട്ടുള്ളൂ. വൈറ്റ് ഓഫ് വൈറ്റിന്റെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒക്കെ വെയിറ്റിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാനായിട്ട്. ഇതാ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ചിനോണില് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും അല്ലേ? അതും ചിനോൺ എന്ന് പറയുമ്പോ പല മെറ്റീരിയൽസ് വരുന്നുണ്ട്, പല ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. ഇത് അതിന്റെ ടോപ്പ് ക്വാളിറ്റി ആണ് വരുന്നത്, പ്രീമിയം ക്വാളിറ്റി. ചിനോണിൽ തന്നെ 2-3 ക്വാളിറ്റി. ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും ഇങ്ങനെ പൊന്തി നിൽക്കും, അത്ര സോഫ്റ്റ് ഉണ്ടാവില്ല. ഇതെന്ന് പറയുമ്പോൾ പ്രീമിയം എന്ന് പറയുമ്പോൾ കുറച്ച് നല്ല സോഫ്റ്റ് ഫാബ്രിക്, അത് പൊന്തി കൊടുക്കും. നല്ല 4-5 ഐറ്റം വരുന്നുണ്ട്. അതെ, ചിനോണിൽ തന്നെ
ഇത് നമ്മൾ പ്രീമിയം ഐറ്റം തന്നെ. പ്രീമിയം. അതിൽ തന്നെ ദുപ്പട്ട ചിനോണിൽ തന്നെ കേട്ടോ ഫുൾ ത്രെഡ് വർക്കോട് കൂടിയിട്ട് വരുന്ന ഒരു കളക്ഷനാണ്. ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ ഷെയ്ഡും കളറൊക്കെ എല്ലാം വെറൈറ്റി ആ ലെവലിലാണല്ലോ. എല്ലാ കളറിലും വെറൈറ്റീസ് ഉണ്ട്. മെച്ചാണ്. അപ്പൊ എന്തായാലും ഇതിന്റെ ആ ഒരു ത്രെഡ് വർക്ക് നോക്കിയേ. ഇതിൽ തന്നെ ത്രെഡ് വർക്കും ഉണ്ട്, സീക്വൻസ് വർക്ക്, അങ്ങനെ അങ്ങനെ വെറൈറ്റീസ് ഇഷ്ടം പോലെ അല്ലേ. അപ്പൊ ഇനി അടുത്തേക്ക് കടന്നല്ലോ. നല്ല അടിപൊളി കളറായിട്ടുണ്ട്. ഷോള് നമ്മൾ കാണിച്ചു. ജോർജറ്റിൽ ഫുൾ സെറോസ്കി ഡയമണ്ട് അതുപോലെ ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ്. അത് ദാമന്റെ പോർഷൻ ആണ് കേട്ടോ. ഓവറോൾ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ലെങ്ത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടമായി കേട്ടോ. എന്ന് വെച്ചാൽ ചെയ്താലും ഇപ്പൊ ഇത്രക്കില് മുകളിൽ നിന്ന് പോയാലും അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട്. അതേപോലെ ദുപ്പട്ടയിലും ചെറിയ 0.5 mm സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. അത് അവിടെ കുടുങ്ങി. ഇതാ ചെറിയ സീക്വൻസ് വർക്കിന്റെ ഡീറ്റെയിലിംഗ്. സീക്വൻസ് അല്ല ശരിക്കും ഒരു ചെറിയ എന്തായാലും തിളങ്ങുണ്ട്. ഫംഗ്ഷനൊക്കെ പോയാൽ തിളങ്ങി നിൽക്കും. അങ്ങനെ അത് വർക്ക് വേറെ നല്ല ടൈപ്പ് വർക്കാണ്. അതെ, ഓവറോൾ പെട്ടെന്ന് ആ ക്യാഷിന്റെ ടൈപ്പ് വർക്കാണ്. അതാണ് അതിന്റെ ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് വർക്ക്. ഞാനിങ്ങനെ നോക്കിട്ട് എന്റെ കണ്ണടിച്ചു പോവോ. അതേപോലെയാണ് വെറൈറ്റി ഉണ്ട്. കളറും നല്ലതാണ്. ഗ്രീനിൽ തന്നെ ഒരു പിസ്ത വെറൈറ്റി ആണല്ലോ. അപ്പൊ അത് നമ്മളെപ്പോഴും സെലക്ട് അങ്ങനെയാണ്. അപ്പൊ വെറൈറ്റി ആവശ്യമുള്ളവർ എങ്ങോട്ട് വരണം? അനീറയിലേക്ക് വരണം. അനീറ എവിടെയാ? അനീറ ഗോപാലപുരം റോഡാണ്. എവിടെ? തൃശ്ശൂരുള്ള ഗോപാലപുരം റോഡ്. തൃശ്ശൂര് ഗോപാലപുരം റോഡ് ഇല്ലല്ലോ. എറണാകുളത്തല്ലേ ഗോപാലപുരം റോഡ്? ഗോപാലപുരം റോഡാ ഞാൻ സമ്മതിച്ചില്ല. ലൊക്കേഷൻ അപ്പൊ തീരുമാനമായി. ലൊക്കേഷൻ പറഞ്ഞ എറണാകുളം ഗോപാലപുരം റോഡിന്റെ അവിടെയാണ് നമ്മൾ അനീറ ഉള്ളത്. ഇത് ശരിക്കും ലൊക്കേഷൻ ഗോപാലപുരം റോഡിന്റെ അവിടെ അനീറ എന്ന് പറയുന്നത്. ഇനി എറണാകുളത്ത് നിന്ന് മേനക വഴിക്ക് വരാണെങ്കിൽ മേനക വഴിക്ക് നമുക്ക് വരാം. അപ്പൊ ഗോപാലപുരം റോഡ്, അപ്പൊ പ്രസ് ക്ലബ് റോഡ് വഴിക്ക് കടന്നിട്ട് വേണം നമുക്ക് ഈ ഒരു ഗോപാലപുരം റോഡിലേക്ക് എത്താനായിട്ട്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ ഇങ്ങനെയാ നിൽക്കണെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ നിന്നാണെങ്കിൽ MG റോഡ് വഴിക്ക്. പിന്നെ ഈ ഒരു റോഡിന് എന്താ പറയാ? ടി ഡി റോഡ്. ചില ആൾക്കാർ ഫ്ലവർ റോഡ് എന്നും പറയാം. ഫ്ലവർ ജംഗ്ഷനും പറയുന്നുണ്ട്. TD റോഡും ഉണ്ട്. അതുപോലെ തന്നെ MG റോഡ് വഴിക്ക് ആയാലും കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗോപാലപുരം റോഡിലേക്ക് 300 മീറ്റർ മാക്സിമം. പിന്നെ അനീരാന്ന് ഇങ്ങനെ വലിയൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എന്തിനാ ഒന്നും ടെൻഷൻ അടിക്കണേ. എവിടെയാ നിങ്ങൾ സ്പോട്ടിൽ നിൽക്കണേ ഒന്ന് വിളിക്കുക. എത്തില്ലേ? 2 വീലർ ആയിട്ടാ വരുള്ളൂ. 2 ആളാണെങ്കിൽ നമ്മള് 3 ആളായിട്ട് ഞങ്ങള് വരും. ഫൈനൊക്കെ നമ്മൾ അടയ്ക്കണം അല്ല, പോലീസ് പിടിക്കുകയാണെങ്കിൽ നോക്കാം. എന്തായാലും വിളിക്കല്. ഓക്കെ, അടുത്തത് സിൽക്ക് മെറ്റീരിയൽ. ഇത് ഇങ്ങനെയാണ്. ഇത് ലെങ്ത് ഇത്തിരി കൂടുതലുണ്ടോന്നൊരു സംശയം അല്ലേ? നല്ല അത് മാത്രല്ല മാഡം, താഴെ ഭാഗത്താണ് അതിന്റെ വർക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു പോർഷൻ നമുക്ക് സ്ലീവിന്റെ പോർഷൻ ആണ്. ഈ ഒരു പോർഷൻ മടങ്ങി വെച്ചിരിക്കണത് കേട്ടോ. അപ്പൊ ഈ ഒരു സ്ലീവ് പോർഷൻ കഴിഞ്ഞു. ഇപ്പൊ ഇത് ഇങ്ങോട്ട് കിടക്കട്ടെ. അത് കഴിഞ്ഞ് ഇവിടെ നിന്നാണ് ഫുൾ വർക്ക്. താഴത്തും അതുപോലെ കട്ട് വർക്ക്, സീക്വൻസ് വർക്ക്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളത് വരുന്നുണ്ട് കേട്ടോ. അതിന് ഇതിന്റെ ദുപ്പട്ട സെയിം ആ ഒരു ബാട്ടിക് സ്റ്റൈലിലുള്ള പ്രിന്റ് ആണ്. ബാട്ടിക് പ്രിന്റ്, അതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതൊക്കെ ഡെയിലി വെയറിനൊന്നും യൂസ് ചെയ്തിട്ട് അത്രയും പ്രീമിയം ക്വാളിറ്റി ആണ്. ഡെയിലി വെയറിനുള്ളത് വേറെ ഉണ്ട് ഇല്ലേ? അത് നമ്മൾ വേറെ കാണിച്ചു തരും. ഇതൊക്കെ ശരിക്കും ഒരു ഫംഗ്ഷനൊക്കെ ഇടുമ്പോൾ തിളങ്ങണ സംഭവങ്ങളാണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത്. നല്ല അത്യാവശ്യം എന്താ പറയാ, നോർമൽ ഫംഗ്ഷൻ തൊട്ട് വലിയ ഫംഗ്ഷന് വരെ നമുക്ക് ഇട്ട് പോകാൻ പറ്റുന്ന കളേഴ്സ്. ഇത് കളേഴ്സ് വൈസ് അടിപൊളിയാണ് കേട്ടോ. ഒക്കെ ഒന്നിനൊന്നും വെച്ച നല്ല. പണ്ടൊക്കെ ഏതെങ്കിലും ഡ്രസ്സ് കിട്ടുമോ നോക്കി കഴിഞ്ഞാൽ മറൂണ്, ചുവപ്പ്, പച്ച, നീല, ഭയങ്കര ഡാർക്കായിട്ട്. ഇപ്പൊ എന്ന് പറയുമ്പോ സട്ടൽ സിമ്പിൾ ആണ്, കണ്ണില് കുളിർമ തരുന്ന ടൈപ്പ്. സത്യം, കളറും ക്വാളിറ്റിയും എല്ലാം കൊണ്ടും അതെ. ഇവിടെ നിക്കണത് കൊണ്ടല്ല കേട്ടോ പറയണത്. അത് ഞാൻ സമ്മതിച്ചില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് നമുക്കറിയാലോ, നമ്മൾ പല സ്ഥലത്തേക്ക് പോണതാണ്. അപ്പൊ നമുക്കറിയാം എവിടെയാ ക്വാളിറ്റി കാര്യം. അപ്പൊ ആ ഒരു ഇതില് 101 പറഞ്ഞു. അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോ അല്ല. ഇത് നമ്മളെ ഹക്കോബയില് ക്രിസ്മസിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ടൈപ്പിൽ വന്ന ഒരു ഐറ്റം ആണ് ഇത്. അത് ഫുൾ ഹക്കോബിലാണ്. ഇതിന്റെ ഡിജിറ്റൽ പ്രിന്റ്, ബ്ലോക്ക് പ്രിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഡിജിറ്റൽ പ്രിന്റ് അല്ല, ഇത് ബ്ലോക്ക് പ്രിന്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ലാസ്റ്റ് ഭാഗത്ത് കണ്ടില്ലേ, ലേസിന്റെ ഒരു ക്രോഷിയര ലേസും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഹക്കോബ ബ്ലോക്ക് പ്രിന്റ് വിത്ത് ക്രോഷിയര ലേസിന്റെ ഡീറ്റെയിലിംഗ്, അതുപോലെ ഇത് ഒരു ബട്ടന്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റേത് ഈ പാന്റിന്റെ ഭാഗവും അതേ അടിയിലത്തെ പോർഷനിലും വർക്ക്
ബ്ലോക്ക് പ്രിന്റ് തന്നെയാണ് വരുന്നത്. ഇനി ഈ ബ്ലോക്ക് പ്രിന്റ് വാഷ് ചെയ്താൽ പോവില്ല. ഇത് ഹാൻഡ് മെയ്ഡ് ആണ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. വാഷ് ചെയ്യുമ്പോൾ ഒരു കംപ്ലൈന്റ് വരില്ല. ഇതിന്റെ ദുപ്പട്ട അത്യാവശ്യം വലിപ്പമുണ്ട്. അതും ക്രോഷിയര ലേസ്, അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ അല്ലേ. ഇത് പക്ക കോട്ടൺ ആട്ടോ, നല്ലൊരു ടൈപ്പ് ഓഫ് സാധനം കോട്ടണിൽ. പക്ക കോട്ടണില് ക്രോഷിയര ലേസ് വർക്കും ബ്ലോക്ക് പ്രിന്റിന്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതും നല്ല അടിപൊളി ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത്. ഇതിലും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ആ ലിനൻ ചോക്കിനവർക്ക് വേണ്ടിയിട്ട് ഇതാ അതും ഇവിടെ ഉണ്ട്. ലിനൻ മെറ്റീരിയലിൽ അതും ലൈറ്റ് വെയിറ്റിൽ വരുന്ന കളക്ഷൻ. അതിലും തന്നെ ലിനന്റെ ദുപ്പട്ട, അതിൽ സാങ്കനര പ്രിന്റ് ആണ് ഇതിൽ ഓവറോൾ ഫുൾ ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുൾ നോക്കുകയാണെങ്കിൽ എല്ലാം തരത്തിൽ എംബ്രോയിഡറി വേണോ, പ്രിന്റ് വേണോ, ഡിജിറ്റൽ പ്രിന്റ് വേണോ, ബ്ലോക്ക് പ്രിന്റ് വേണോ, അതെ നിങ്ങൾ ചോദിച്ചാൽ മതി, അതിനനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇട്ട് തരും. അപ്പൊ പിടിച്ചോളാം അല്ലേ. ആ ക്യാച്ച് ചെയ്യണം. അതെ, അത് ബൂട്ടിക് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഡിഫറെന്റ്, കുറച്ച് യൂണിക് ആയിരിക്കും. അത് എപ്പോഴും കിട്ടില്ല. ഓരോ തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത തവണ വേറെ വെറൈറ്റി. അപ്പൊ എപ്പോഴാണ് എറിയുന്ന ചപ്പ അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ക്യാച്ച് ചെയ്യുമ്പോ അപ്പൊ പിടിച്ചോ, അടുത്ത ക്യാച്ച് ചെയ്യുമ്പോ പിന്നെ വേറെ വെറൈറ്റി ആയിരിക്കും വരിക. അപ്പൊ അടുത്തത് കോട്ടയില് ചെക്കോട്ട, അതില് ഫുൾ ഇത് ക്രോസ് സ്റ്റിച്ച് ആണ് കേട്ടോ. ഈ ഫുൾ വന്നിരിക്കണത് യോക്കില് ക്രോസ് സ്റ്റിച്ചിന്റെ ഡീറ്റെയിലിംഗ്. അപ്പൊ ഇതിൽ കളേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഈ യോക്കിൽ മാത്രമുള്ള ബാക്കി ഓവറോൾ പ്ലെയിൻ ആണ് വരുന്നത്. അതുപോലെ ദുപ്പട്ടയിലാണ് ഫുൾ. ആ അതെ, പാന്റ് ഉരി പോന്നു. പാന്റ് സെയിം കളറിൽ തന്നെ കേട്ടോ, ടോൺ ടു ടോൺ. ഇതിന്റെ ദുപ്പട്ടയിലും ഫുൾ ക്രോസ് സ്റ്റിച്ച് ആണ് വരുന്നത്. അതുപോലെ ലേസിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയണ കാണുമ്പോ തന്നെ നമുക്ക് അറിയാം അടിപൊളിയാണ് അല്ലെ, ഒന്നും പറയാനില്ല. പിന്നത്തെ വെറൈറ്റി എന്ന് പറയണത് ഇത് കാശ്മീരി വർക്ക്. ഇതെന്താ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണോ? ഈ മെറ്റീരിയൽ മസ്ലിൻ ഫാബ്രിക്കിലാണ് കേട്ടോ. അതിലും ഫുൾ കശ്മീരി സ്റ്റൈലാണ്. ഇത് ഫുൾ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് വർക്ക് സാധാരണ മെഷീൻ എംബ്രോയിഡറി വർക്കില്ല, അതേപോലെ തന്നെ ഹാൻഡിൽ തന്നെ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ കാശ്മീരി വർക്ക്. ഓർഗൻസര ദുപ്പട്ട, സൈഡ് കണ്ടില്ല ബോർഡറിൽ ഇത് തിരിച്ചിട്ടിരിക്കണേ. ഞാനും അതിനെ നോക്കണം കണ്ട, സെയിം ഞാൻ തന്നെ പറ്റുള്ളൂ. ദുപ്പട്ടയുടെ ഞാൻ എടുക്കണ. ഇതില് ഫുൾ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കളർ അടിപൊളിയാണ്. ലേസിന്റെ ക്രോഷിയര ലേസ് വർക്കും അതുപോലെ തന്നെ ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് വർക്ക് എംബ്രോയിഡറി കേട്ടോ, പ്ലെയിൻ ആണ്, ടോൺ ടു ടോൺ ആണ് ഇത് വരുന്നത്. അക്കോബില് ഇതൊക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുള്ള സംഭവമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇതൊക്കെ ഇനി അപ്കമിങ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതും കോട്ടണില് ഹക്കോബയുടെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിന്റും വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പിൻടെക്സ് സ്റ്റൈലാണ്. ഇതിന്റെ പാന്റിലും അതുപോലെ ഈ വർക്ക് വരും. അടിഭാഗത്ത് പോർഷൻ ഭാഗത്ത് ഇതിന്റെ വർക്ക്, അതുപോലെ ലേസ് വർക്ക് അതിൽ വരും. പാന്റ് പോർഷനിൽ വരുന്നുണ്ട്. ക്രോഷിയര ലേസ് വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പീച്ച് ഷെയ്ഡ്, നല്ല അതിൽ തന്നെ ദുപ്പട്ടയിലും സോഫ്റ്റും തന്നെയല്ല, അതിന്റെ സൈഡിൽ ക്രോഷിയര ലേസ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓവറോൾ നല്ല സട്ടൽ ആയിട്ടുള്ള ഒരു കളേഴ്സ് അല്ലേ, നല്ല സട്ടൽ ആയിട്ടുള്ള കളേഴ്സ് ആണ്. ഇതൊക്കെ നമുക്ക് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കോട്ടന്റെ മെറ്റീരിയൽ കേട്ടോ, പക്ക കോട്ടന്റെ. ഇത് നിവർത്തി കാണിക്കേണ്ടി വരും. അതെ, ഇത് നിവർത്തി കാണിക്കണം എന്ന് പറഞ്ഞ റീസൺ വേറെ ഒന്നല്ല. ഇത് നിവർത്തി കാണിച്ചാലേ അതിന്റെ ഷോളും കളറും അടിഭാഗത്തും അതുപോലെ തന്നെ ചെറുതായിട്ടൊരു കട്ട് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് കോൺട്രാസ്റ്റ് ആണ്. അപ്പോൾ കോൺട്രാസ്റ്റ് പറയുമ്പോൾ ഈ ഒരു പാന്റിന്റെ ഡീറ്റെയിലിംഗ് കളേഴ്സ് മാറിക്കൊണ്ടിരിക്കും. വർക്ക് ഇപ്പൊ ഇതിൽ ബ്ലൂ ആണെങ്കിൽ പാന്റ് ബ്ലൂ, റെഡ് ആണെങ്കിൽ പാന്റ് റെഡ്, അങ്ങനെ കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ബേസ് വരുന്നത് ഈ ഒരു പോർഷൻ വൈറ്റ് തന്നെയായിരിക്കും, ഓഫ് വൈറ്റ് ഷെയ്ഡിൽ. ഇതിന്റെ ദുപ്പട്ട ഇതുപോലെ സോഫ്റ്റ് ഫാബ്രിക്കിൽ കട്ട് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ്. അതുപോലെ ലേസിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ലേസിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ കാണിക്കാണ്ട് വെറൈറ്റീസ് ഉണ്ട്. കുറച്ച് സ്പീഡാവായിരിക്കും നല്ലത്. ചന്ദേരി മെറ്റീരിയല്, ലൈറ്റ് വെയിറ്റില് ചന്ദേരി മെറ്റീരിയല്, ത്രെഡ് വർക്ക്, അതില് ദുപ്പട്ട ഷിഫോണ്ട്.
ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരാം. സട്ടൽ ആയിട്ടുള്ള എന്നാലും പിന്നെ ഇതൊരു മൾട്ടി ഷെയ്ഡും കൂടിയാണ്, മൾട്ടി കളറും കൂടി ആയത്. ആയിരിക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുക, ഭയങ്കര ഇഷ്ടപ്പെടും. അതെ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അല്ല, എല്ലാതും ഇഷ്ടപ്പെടും കേട്ടോ. ഒന്നിനൊന്നും മെച്ചമുള്ള ഡിസൈൻസും കളേഴ്സ് ആണ് ഇതിൽ വരുമ്പോഴും. 4 കളേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരാ? ഇപ്പൊ ഇത് ഫുൾ മൾട്ടി കളർ, ചെറിയ ചെറിയ കളേഴ്സിന്റെ വ്യത്യാസങ്ങൾ വരും അല്ലേ? ഓക്കെ. അപ്പൊ ഇത് ചന്തേരിയിൽ, ഇത് മൊഡാല് വരുന്ന കേട്ടോ. ഇത് മോഡലില് ഫുള്ള് ഇങ്ങനെ കാണാതിരിക്കും നല്ലത്. ഇതാ, ഇത് മോഡലിലാണ് വരുന്നത്. അതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും യോക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മോൾഡിംഗ് ബട്ടൺ ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ തുണിയോട് കൂടിയിട്ടുള്ള ആ ഒരു വർക്ക് ദുപ്പട്ടയില് ശരിക്കും ഇട്ട് കാണണല്ലോ, അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ വെക്കണത്. ശരിക്കും ഇതിങ്ങനെ നിവർത്തി ഇങ്ങനെ ഉണ്ടോ അതിന്റെ ഒരു ദുപ്പട്ട വരുമ്പോഴാണ് അതിന്റെ ഒരു സ്റ്റൈല് കാണുന്നത്. അതിന്റെ ഒരു വർക്ക് അങ്ങനെ വെച്ചാൽ ഒരു ഐഡിയ. പാന്റ് പ്ലെയിൻ, പാന്റ് ഒക്കെ ആര് കണ്ടിട്ടില്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ദുപ്പട്ട വന്നപ്പോ സ്റ്റൈല് മാറി. പിന്നെ ലഗിൻസ് വെച്ചിട്ട് അടിച്ചു. പക്ഷെ ലഗിൻസ് വെച്ചാലും ഇതിന് ഭംഗി പോകും. അപ്പൊ പാന്റ് അതിന്റെ തന്നെ തയ്ച്ചിടണം. ഇനിയിപ്പോ നമുക്ക് ചന്തേരിയില് ഫുൾ മിറർ വർക്ക് വരുന്നുണ്ട്. അതും ഒറിജിനൽ ആണോന്ന് ഞാനിങ്ങനെ തൊട്ട് ഫീൽ ചെയ്യണ്ട. ഇടയ്ക്കൂടെ ആ പണി ഞാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് അതെ, അവർക്ക് എന്നോടുള്ള ഒരു വിശ്വാസം ഉണ്ട്. അപ്പൊ എനിക്ക് തൊട്ട് നോക്കിയിട്ട് വേണം പറയാനായിട്ട് ഇത് കറക്റ്റ് ഒറിജിനൽ ആണോ ഡൂപ്പ് ആണോ എന്നുള്ളത്. അപ്പൊ അത് പറയണ്ട കൃത്യമായിട്ട്. അപ്പൊ ഇത് മിറർ ആണ് വരുന്നത്. അതുപോലെ ഇതിന്റെ ദുപ്പട്ട ഇത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ട്രെൻഡ്. ഇപ്പൊ ഇന്ന് കണ്ടതാവില്ല, നാളെ കാണാം. ഇപ്പൊ 2 മാസം കഴിഞ്ഞിട്ടാകുമ്പോ വേറെ കളക്ഷൻസ് വരും. പക്ഷെ ഇവിടെ എന്തായാലും അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആയിരുന്നത്. ഫുൾ വെറൈറ്റീസ് ആണിത്. പിന്നെ ഇതും ടോൺ ടു ടോൺ പാന്റ് വരുന്നത് കേട്ടോ. ഇതില് ഇത് ലൈനിങ് അടക്കാണ് കേട്ടോ. അതും കൂടി എടുത്ത് പറയാം. പിന്നെ അതെ അതെ, അത് സെലക്ട് ചെയ്യുന്ന ഐറ്റംസ് ഏതാ നോക്കിയാൽ മതി. ഇതും ഫുൾ ഹക്കോബേല കേട്ടോ, ചെറിയ വർക്ക്. റഷ്യൻ സിൽക്ക് ഷോള് വെക്കുമ്പോഴാണ് കണ്ടേ അതിന്റെ മാറി. അതെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എന്നൊക്കെ പറയുമ്പോ കണ്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ഇതിൽ തന്നെ വേണമെങ്കിൽ റെഡ് ആൻഡ് വൈറ്റ് ഉണ്ടാവും. അങ്ങനെ ഇങ്ങനെ കളേഴ്സ് മാറിക്കൊണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇതില് ബ്ലാക്കിന് പകരം വേറെ കളേഴ്സ് ആയിരിക്കും. ബേസ് വരുന്നത് ഇതായിരിക്കും, അതായിരിക്കും അങ്ങനെ 4 സെറ്റ് വരുന്നത് കേട്ടോ. അങ്ങനെയായിരിക്കും സെറ്റുകൾ വരുന്നത്. എന്തായാലും ഒക്കെ നല്ല അടിപൊളി റഷ്യൻ സിൽക്ക് മെറ്റീരിയൽ, കുറച്ച് സിൽക്കി ടൈപ്പ് ആയിട്ടുള്ള മെറ്റീരിയൽ. അങ്ങനെ വർക്കുള്ളത് കൊണ്ട് അറിയില്ല. ബാക്ക് സൈഡ് നോക്കുമ്പോൾ അതിന്റെ ഒരു മെറ്റീരിയൽ അറിയാൻ പറ്റും. അല്ല, മെറ്റീരിയൽ സിൽക്കി ആണെന്നുള്ളത് അറിയണ തിരിഞ്ഞ് നോക്കണം. ഇതിലാവുമ്പോ കട്ട് വർക്ക് ആയതുകൊണ്ട് ഐഡിയ കിട്ടില്ല. ആ കറക്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഫീൽ ചെയ്യണമെങ്കിൽ വർക്ക് ഇല്ലാത്ത ഭാഗം നോക്കണം. ചന്തേരിയില് ഫുൾ വർക്കാണ്, ഹാൻഡ് വർക്കും. അതുപോലെ ഇടയ്ക്ക് വീവിങ്, കട്ട് വർക്കും പേൾ വർക്കും. അതുപോലെ ഇത് സെറോസ്കിയുടെ വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓവറോൾ കുഴപ്പമില്ല, മൊത്തത്തിൽ കുഴപ്പമാണ്. ആർക്ക് പെണ്ണുങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭ്രാന്തായി. എന്താ ചെയ്യാ, 3 വെറൈറ്റീസ്. അപ്പൊ മൊത്തത്തിലൊരു കുഴപ്പിക്കലാണ്. ഇതിന്റെ ദുപ്പട്ട സട്ടൽ സിമ്പിൾ അങ്ങനെ വേണമെങ്കിൽ അന്ന് പാർട്ടി വെയറിന് പറ്റിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലർക്ക് ഭയങ്കര ഡാർക്ക് ഷെയ്ഡ് വേണം, ചിലർക്ക് സട്ടലായിട്ട് വേണം, എന്നാ വർക്ക് വേണം. അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഇത് ചിന്നോണില് കോട്ട, അതും നല്ല പ്രീമിയം ക്വാളിറ്റി. ഗോൾഡൻ കളർ. ഇതൊക്കെ ശരിക്കും ഓണം, വിഷു ആ സമയത്തും ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ്. പക്ഷെ ആ സമയത്തൊന്നും ഇത് കിട്ടില്ല. അപ്പോഴേക്കും വേറെ ട്രെൻഡ് ഞങ്ങൾ ഇറക്കും അല്ലേ? ഇത് ഫുൾ വീവിങ്ങോട് കൂടിയിട്ട് ഒരു പട്ട് സ്റ്റൈല്, ഒരു ബനാറസി പട്ടിന്റെ സ്റ്റൈലാണ് കേട്ടോ. ഓവറോൾ ഗോൾഡിന്റെ ഒരു ഷെയ്ഡ്. അപ്പൊ 4 ഷെയ്ഡ് വരുമ്പോ കളേഴ്സും മാറും. ഓക്കെ, അപ്പൊ ഇതാണ് ഷെയ്ഡുകൾ വരുന്നത് കേട്ടോ. ഹക്കോബയില് ഫുൾ ഡിജിറ്റലിന്റെ വർക്ക്, ഡിജിറ്റലിന്റെ ത്രെഡ് വർക്കും വരുന്നുണ്ട്, ഡിജിറ്റൽ വർക്കും വരുന്നുണ്ട്, പേളുടെ ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഇതിന്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ജോർജറ്റിന്റെ മെറ്റീരിയലില് നല്ല സോഫ്റ്റ് ജോർജറ്റ്. ഈ ലെങ്ത് ഇത്രയ്ക്ക് കുറവുള്ളൂന്ന് വിചാരിക്കും. കറക്റ്റ് ആയിട്ട് അല്ല, മുന്നിലേക്ക് കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം. മനസ്സിലായ? ഇവിടുന്ന് ബാക്കിൽ നിങ്ങൾ കൂട്ടിട്ട് ഇവിടെ ക്ഷീണായി ലെങ്ത് ഒക്കെ കറക്റ്റ് ആട്ടോ അതാ ഇടണം. എന്റെ ഒരു കുഴപ്പമാണ്. അപ്പൊ നീളം വീതിയും ഒക്കെ കറക്റ്റ് ആണ് ദുപ്പട്ടേരെ.
ഓക്കെ ഷോ പാന്റ് സെയിം ടോൺ ടു ടോൺ. ഇത് മോഡാല് വരുന്നത് അല്ലേ? ഓക്കെ, ഇതാ മേഡം. ഇത് മോഡാല് കാണിക്കുന്നത് ഈ ഭാഗം ഫ്രണ്ട് പോർഷൻ തന്നെ കണ്ടില്ലേ? മോഡലില് അതെ അതെ. ഫുൾ പേളിന്റെ ഡീറ്റെയിൽ, അത് ചെറിയ പേളിന്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഓവറോൾ ആ വർക്കാണ് അതിന്റെ സ്റ്റൈല്. പിന്നെ ഇതിന്റെ ദാമന്റെ പോർഷനിൽ ഓർഗൻസ മെറ്റീരിയൽ, അതിൽ ത്രെഡ് വർക്കും പേളിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ദുപ്പട്ട ആണെങ്കിൽ സെയിം ടോൺ ടു ടോൺ ഫുൾ ക്രോസ് സ്റ്റിച്ചിന്റെ മെറ്റീരിയൽ ആണ്, വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്. ഇത് സിൽക്ക് മെറ്റീരിയൽ ബാട്ടിക്കിന്റെ പ്രിന്റ്, സോറി ഡിജിറ്റൽ അല്ല, സോറി ബാട്ടിക്കിന്റെ പ്രിന്റ് കേട്ടോ ഓവറോൾ. അതേപോലെ തന്നെ ഷോൾ വെച്ച് കഴിഞ്ഞാൽ സ്റ്റൈല് മാറി. ഇതേ എപ്പോഴും തിരിച്ചു പോകണ്ടല്ലേ? തല തിരിഞ്ഞു എന്താ ചെയ്യാ? രണ്ടാളും തല തിരിഞ്ഞ മൊത്തത്തില് പോയിട്ടിരിക്കണേ. ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട ഇപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പൊ സെറ്റ്. അതെന്താ സംഭവം വെച്ചാൽ രണ്ടും സെയിം ഷെയ്ഡിലുള്ള രണ്ട് മെറ്റീരിയൽ വന്നത് കൊണ്ടാണ് അങ്ങോട്ട് ഇങ്ങോട്ട് ദുപ്പട്ട മാറിപ്പോയത്. പക്ഷെ ഇതാണ് ഇതിന്റെ ദുപ്പട്ട, ഒരു ബാട്ടിക് സ്റ്റൈലിലുള്ള പ്രിന്റ് ആണ് ഓവറോൾ വന്നിരിക്കുന്നത്. ഇനി ഇതിൽ തന്നെ നമ്മൾ നേരത്തെ ഫസ്റ്റ് എടുത്ത ദുപ്പട്ടില്ലേ, അതിനെ കാണിക്കാം. അവ ഒരു തീരുമാനമാക്കാം നമുക്ക്. ഇത് ടിഷ്യൂല്, ഇതാണെങ്കിൽ നമുക്ക് ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് അതില് വരുന്ന ദുപ്പട്ടാണ് ഇപ്പൊ നമ്മൾ നേരത്തെ. അപ്പൊ രണ്ട് ബ്ലൂല് തന്നെ ലൈറ്റും ഡാർക്ക് ഷെയ്ഡിലും വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, വീണ്ടും തെറ്റി. മൊത്തത്തിൽ എന്താ തെറ്റാണല്ലോ. പക്ഷെ ഞാൻ തെറ്റിക്കില്ല. ഇതാ കറക്റ്റ് ഇതിന്റെ ബാക്ക് സൈഡിലും പ്രിന്റ് വരുന്നുണ്ട്. അപ്പോൾ ബാക്കും ഫ്രണ്ടും തന്നെയല്ല, ദാമന്റെ പോർഷനിലും ഫുൾ ഓവറോൾ എന്ന് വെച്ചാൽ അടി വരെ നമുക്ക് ഫുൾ ആ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊരു ഷെയ്ഡായി, അതിന്റെ ഡാർക്ക് ഷെയ്ഡായി. ഇത് ക്രേപ്പ് സിൽക്കിൽ വരുന്ന കേട്ടോ. ഇതിന്റെ അടിഭാഗത്ത് വർക്ക് അല്ലേ, ഫുൾ സ്റ്റോണിന്റെ വർക്ക്. ഇതാ റിസ്ക് ഡയമണ്ടിന്റെ വർക്ക് വന്നിട്ടുണ്ട്. അതന്നെ സെയിം നമുക്ക് യോക്കിന്റെ പോർഷനിലും വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇത്രയും ഹെവി വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ദുപ്പട്ട സിമ്പിൾ ആൻഡ് പ്ലെയിൻ ആയിട്ട് വരുന്നതാണ്. വീണ്ടും ദൈർഘ്യം കുറച്ചുണ്ട്. ഞങ്ങളായിട്ട് കുറച്ചതല്ല കേട്ടോ, ഇങ്ങോരായിട്ട് കുറച്ചതാണ്. ശരിക്കും കമ്പനിയിൽ നിന്ന് വെച്ചാൽ ഞങ്ങൾ പ്രൊഡക്ഷൻ്റെ സമയത്തൊക്കെ കറക്റ്റ് നീളം വീതിയൊക്കെ കറക്റ്റാണ്. ഇങ്ങോരാണ് നീളം കുറയ്ക്കണത്. ഇതാണ് നീളം, വീതി ഉണ്ട് കേട്ടോ അത്യാവശ്യത്തിന്. ഓക്കെ, ലിനന്റെ മെറ്റീരിയൽ ഫുൾ ത്രെഡ് വർക്ക്. ഇന്ന് ഭാര്യയുടെ അടുത്ത് രാവിലെ വഴക്ക് കൂടിയിട്ടാണോ വന്നത്? വെറുതെ അല്ല, ഇന്ന് മൊത്തത്തില് തെറ്റില്ല. അപ്പൊ ഭാര്യയോട് സ്നേഹം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ആ ഒരു ഫീലിംഗിലിരിക്കണം പാവം. ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ ഓവറോൾ. ഇനി വർക്ക് ലിനന്റെ മെറ്റീരിയല് ത്രെഡ് വർക്കാണ് കേട്ടോ ഫുൾ വന്നിരിക്കുന്നത്. അതിന്റെ ദുപ്പട്ട ആണെങ്കിൽ കോൺട്രാസ്റ്റ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. വെച്ചാൽ രണ്ട് കളർ അങ്ങനെ ഉൾട്ടായിട്ട് കൊടുത്തിട്ടുള്ള ഒരു വർക്ക് കേട്ടോ. ഇതാണ് വർക്ക്. ചെക്കോട്ടയില് എംബ്രോയിഡറിയുടെ വർക്ക്, ചെക്കോട്ടയില് എംബ്രോയിഡറിയുടെ വർക്ക്. അത് യോക്കിൽ മാത്രമല്ല, ഓവറോൾ ഫുള്ളി ഒരു ചെറിയ ചെറിയ ബുട്ട വർക്ക് പോയിട്ട് അടിയിലത്തെ ദാമന്റെ പോർഷനിലും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് ദുപ്പട്ടയിലും ഫുൾ ആ ഒരു എംബ്രോയിഡറിയുടെ വർക്ക്, ചെറിയ ചെറിയ ബുട്ട വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുൾ ഓവറോൾ വർക്കോട് കൂടി വർക്ക് തന്നെ. അപ്പൊ ഇതില് 4 പേസ്റ്റൽ ഷെയ്ഡായിരിക്കും വരുന്നത്. ഇത് വരുമ്പോ ടസർ സിൽക്കില് ഫുൾ ത്രെഡ് വർക്ക്, അതുപോലെ ടോൺ ടു ടോൺ ആണ് ഇതിന്റെ പാൻറ് വരുന്നത്. സട്ടലാണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു കളറാണ്. വലിയ കാച്ചിങ് അല്ല, സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു യെല്ലോ ഷെയ്ഡില്. യെല്ലോ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് യെല്ലോ ഗ്രീനും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത്. നല്ല കളർ വൈസ് നല്ലതാണ്. ഇനി നമുക്ക് ഇനി ഓടിപ്പിച്ച് കാണിച്ചാൽ കുറേ ഉണ്ടല്ലോ കാണിക്കാനായിട്ട്. ഇതിപ്പോ ഇത് നോക്കുകയാണെങ്കിൽ ത്രെഡ് വർക്കില് സീക്വൻസ് വർക്ക് ഡീറ്റെയിലിംഗ് കൂടിയും കൊടുത്തിട്ടുള്ളതാണ്. അതിന്റെ ദുപ്പട്ട ഇങ്ങനെ, ദുപ്പട്ട ഫുൾ ഓർഗൻസയില് സീക്വൻസ് വർക്കും പാന്റ് വരുന്നത്. ഇത് അടുത്തത് ഓർഗൻസ. അതെ, ഇത് ഇവിടെ തന്നെ വെച്ചോ. ഇതിന്റെ കൂടെ തന്നെ വെക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും ഏകദേശം. ഇത് വീനെക്കാണ്. വീനെക്കില് ഓർഗൻസയുടെ ലേസിന്റെ ഡീറ്റെയിലിംഗ്, അതിൽ ദുപ്പട്ടയും ലേസിന്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു മോഡലായി. ഇത് ഇനി വൈറ്റ്
ത്രെഡ് വർക്കിലാണ് ഫുൾ. അതിൽ ത്രെഡിന്റെ ഡീറ്റെയിലിംഗ് ആണ് ഓവറോൾ വന്നിരിക്കുന്നത്. എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ യോക്കിന്റെ. താഴെ ഭാഗത്ത് എന്ത് വരുന്നുണ്ട്? പിന്നെ ഈ ഒരു താഴത്തെ പോർഷനിലും ഈ ഒരു വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ദുപ്പട്ട ഷിഫോൺ ആണ് പറയുന്നത്. ദുപ്പട്ട എന്തായാലും കാണിച്ചിട്ടുള്ള കാര്യമില്ല. എന്താണെന്നറിയോ, ഇത് ജോർജറ്റ് ഷിഫോണിന്റെ മെറ്റീരിയൽ ക്രോഷിയയുടെ ഡീറ്റെയിലിംഗ് വിത്ത് ബ്രഷ് പെയിന്റ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ത്രെഡ് വർക്ക് അല്ല, ബ്രഷ് പെയിന്റ് ആണ്, അതും ക്രോഷിയയുടെ വർക്കോട് കൂടിയിട്ടാണ്. നല്ലൊരു പ്രീമിയം സെഗ്മെന്റ് എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിലാണ് കേട്ടോ. ഇത് തന്നെ നമുക്ക് കളേഴ്സ് മാറട്ടെ. ഇപ്പൊ ഗ്രീനിന്റെ പകരം ബേസ് വൈറ്റ് വരുമ്പോ ഗ്രീനിന് പകരം വേറെ വേറെ കളേഴ്സ് ആയിരിക്കും. അങ്ങനെ 4 എണ്ണത്തിന്റെ സെറ്റ്. അപ്പൊ ഇനി എടുക്കുമ്പോ ഈ 4 സെറ്റ് എടുക്കണം. എങ്ങനെയാ എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. 4 കളറായിട്ട് തന്നെ എടുക്കണം. അത് നിർബന്ധമുള്ള കാര്യം. ഒരു സെറ്റ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? എവിടുന്ന്? ആ, ഈ ബ്രഷ് അത് അവിടെ നിൽക്കട്ടെ. ഇതെല്ലാം നമ്മൾ ഈ മോഡലിൽ നമ്മളിപ്പോ കാണിച്ചത് ഇതന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇപ്പൊ കുറച്ച് നേരത്തെ ഞാൻ ഇതിന്റെ ഒരു ഗ്രീൻ കളർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതന്നെ ഇതാ, ഇതൊരു ഗ്രീൻ കളറാണ് നമ്മളിപ്പോ കാണിച്ചിട്ടുള്ളത്. ഇതിന്റെ തന്നെ നമുക്ക് 4 സെറ്റ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം ഓറഞ്ച്, ഒരെണ്ണം യെല്ലോ, പിന്നെ ഒരെണ്ണം പിങ്ക്. അപ്പോൾ ബേസ് വരുമ്പോൾ വൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു വൈറ്റ് ബേസ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളറിലാണെങ്കിൽ അതിൻ്റെ ത്രെഡ് വർക്ക് ആയിരിക്കും മാറിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നോർമൽ ഇങ്ങനത്തെ കളേഴ്സിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ കളേഴ്സുകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെ പോയാലും 4 പീസ് എടുക്കണം എന്ന് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഖാദിയിൽ ഫുൾ എംബ്രോയിഡറിയുടെ വർക്ക്, അതുപോലെ ചെറിയ കസുവിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫുൾ വീവിങ്ങിലാണ്. ഇനി ഇതിൻ്റെ ദുപ്പട്ട കോട്ടണിൽ, പക്ക കോട്ടണിൽ ബ്രഷ് പെയിന്റ് ആണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയാനായിട്ട്. ബ്രഷ് പെയിന്റ്, അതുപോലെ ക്രോഷിയയുടെ ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. എല്ലാ തരം വർക്കുകളും ഇവിടെ നമുക്ക് നോക്കിയാൽ കിട്ടും കേട്ടോ. ടെസർ സിൽക്കില് എംബ്രോയിഡറിയുടെ വർക്ക്, അതില് ഓർഗൻസ ഷോള്, അതിൽ സ്കാലപ്പ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറി വർക്ക്. അപ്പോൾ എല്ലാ മെറ്റീരിയൽ ഇപ്പം ഇത് കാണിച്ചത് മൊത്തം പ്രീമിയമിലാണ്. ഇനിയിപ്പോൾ പ്രീമിയം അല്ലാത്തതുണ്ട്, വെയിറ്റ് ചെയ്യൂ, കാണിച്ചു തരാം അല്ലേ. ടിഷ്യൂല് നമ്മൾ നേരത്തെ ഒരു ഗോൾഡൻ വേറൊരു ഇത് ടിഷ്യൂല്, അതുപോലെ ഒരു ചെറിയ പാച്ച് വർക്ക്. ഇത് ടിഷ്യൂല് ക്രഷ് ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ ദുപ്പട്ടയിൽ. അതില് ഫുൾ വീവിങ്ങോട് കൂടി ഹൈലൈറ്റ്. ഇപ്പൊ ക്രഷ് മോഡൽ ഇത്തിരി ഡിമാൻഡ് കൂടുതലാണ്. ഇപ്പൊ ഇത്തിരി പോപ്പപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ ക്രഷ് മെറ്റീരിയൽ. സാരി ആയാലും ശരി, ദുപ്പട്ട ആയാലും എല്ലാം ഇപ്പൊ ക്രഷിൽ കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നത്. പാകിസ്ഥാനി ദുപ്പട്ട, ക്രഷ് മെറ്റീരിയലുള്ള ദുപ്പട്ട, കറാച്ചി, അങ്ങനത്തെ മോഡല്. ടെസർ സിൽക്കില് ദാമന്റെ പോർഷനില് വർക്ക്, ദാമന്റെ പോർഷനില് വർക്ക്. അതുപോലെ തന്നെ ഇതിന്റെ ഓർഗൻസ ദുപ്പട്ട, അതും ഫുൾ ത്രെഡ് വർക്കോട് കൂടിയിട്ട് സ്കാലപ്പ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. ഇത് പക്ക എംബ്രോയിഡറിയിലാണ്. ഇനി ഹാൻഡ് വർക്ക്, ഹൈ റേഞ്ചിലുള്ള ഹാൻഡ് വർക്ക് വേണമെന്ന് വെച്ചാൽ അതും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കിട്ടിയത് കുറച്ച് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് മാത്രം. ഇത് കോട്ടയില് കോട്ട സിൽക്ക് മെറ്റീരിയൽ ഫുൾ. ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. ശരിക്കും ഇതിൻ്റെ വർക്ക് കാണാൻ ഇതൊക്കെ കണ്ട, ഇതൊക്കെ ശരിക്കും പക്ക ഹാൻഡ് വർക്കോട് കൂടിയിട്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ഇല്ലേ, ആ ഒരു വർക്കാണ് ഫുള്ള് വന്നിരിക്കുന്നത്. ഇതൊക്കെ വാഷ് ചെയ്യുമ്പോൾ പോകാൻ ഒരു ചാൻസും ഇല്ല, അത്രയും പെർഫെക്റ്റ് ആണ്. അതിൻ്റെ ദുപ്പട്ടയിൽ ഫുൾ വർക്ക്, അല്ലേ, നല്ല ദുപ്പട്ട അല്ലേ, അടിപൊളി. ഫുൾ ഗാർഡൻ നല്ല കളർ ഷെയ്ഡും ആയിട്ടുണ്ട്. ചന്തേരിയില് ചെറിയൊരു പാച്ച് വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ നമുക്ക് ഈ ഒരു ദാമന്റെ പോർഷനിലും വന്നിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു ഡീറ്റെയിലിംഗ്. ഫുൾ പ്രിന്റോട് കൂടിയിട്ടാണ് കേട്ടോ ഓവറോൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് സ്പീഡപ്പ് ആക്കണ്ട. ഇനിയിപ്പോൾ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ അല്ല, ഈ റെഡിമെയ്ഡൊക്കെ കാണിക്കാനുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിക്കാം ബസ്. ഇതിൽ എന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊരു ഇങ്ങനെ വർക്ക് പോയിട്ടുണ്ട്, സെൽഫ് വർക്ക്, ഒരു ഗ്രീനും ഓറഞ്ചും ഒക്കെ ആയിട്ടുള്ളത്. പിന്നെ യോക്കിലത്തെ വർക്ക് എന്ന് പറയാനായിട്ട് ഇത് ദുപ്പട്ട, അതെ, ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട. അപ്പോൾ വൈറ്റിൽ തന്നെ ചോദിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. വൈറ്റ് ബേസിൽ ഇതിപ്പോ എന്നെ മുട്ടാനായിട്ട് വേറൊരു ഡ്രസ്സ് എന്ന് പറഞ്ഞ മാതിരിയാണ്, പക്ഷെ ഇത് റെഡിമെയ്ഡ് ആട്ടോ ഞാൻ ഇട്ടിരിക്കണേ. വാവ്, ദുപ്പട്ട നോക്കിയാ മെയിൻ ഇവിടെ പിടിച്ചേ കേട്ടോ. ദുപ്പട്ടയാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. വൈറ്റ്, ഓഫ് വൈറ്റ്, ആ ഒരു ഷെയ്ഡിലൊക്കെ ഇഷ്ടം പോലെ. ബ്ലാക്കില് സെയിം. ഓക്കെ, അപ്പൊ ഇതിന്റെ ദുപ്പട്ടയും സെയിം അതന്നെ, സെയിം അത് തന്നെ കേട്ടോ.
അപ്പൊ ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇതൊക്കെ മുന്തിയ സാധനങ്ങളാ. ഇതിന്റെ മുന്തിയ അല്ലാത്തതുണ്ടോ? ഇത് ബ്രഷ് പെയിന്റിലാണ് കേട്ടോ ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. ബ്രഷ് പെയിന്റില് ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി എനിക്ക് കുറച്ച് റേറ്റ് നമുക്ക് സാധാരണക്കാർക്കും എടുക്കാൻ പറ്റുന്നതായിട്ടുണ്ട്. ഇത് എവിടെ ഇരിക്കണേ? എടുക്കൂ. ഇതാണ് നമുക്ക് റേറ്റ് കുറഞ്ഞ റേറ്റ് കുറഞ്ഞാലും അതിനും ഉണ്ട് ഒരു ക്വാളിറ്റി കേട്ടോ. അതാണ് റേറ്റ് വല്ലാണ്ട് കുറവെന്ന് പറയാനും പറ്റില്ല അല്ലേ. ഇനി ഇതില് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഷോള് വരുന്നത് ദുപ്പട്ട, ഇതിലും ഓവറോൾ ഫുൾ വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഫുൾ ത്രെഡ് വർക്ക്. അതുപോലെ ഇതിന്റെ ദുപ്പട്ട എന്ന് പറയുമ്പോൾ നല്ല ഓർഗൻസ്, നല്ല സോഫ്റ്റ് ഓർഗൻസ്, അതില് ഫുൾ വർക്കാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ്. എന്നാ റേറ്റ് വൈസ് അത് ഞാൻ അടച്ചു, സിബ് അടച്ചു പറയാൻ പാടില്ല. കാരണം ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മാർജിൻ ഇട്ട് വിൽക്കുന്നത് കൊണ്ട് നമുക്ക് റേറ്റ് പറയാൻ പാടില്ല. കാരണം അല്ലെങ്കിൽ പിന്നെ അവരെങ്ങനെ മാർജിൻ ഇട്ടിട്ട് വിൽക്കുക, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ റേറ്റ് പറയാത്തത്. ഇത് നോക്കിയാൽ പക്ക പാച്ച് വർക്കോട് കൂടിയിട്ട്, അതും മിറർ വർക്കിന്റെ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. ഇതിന്റെ സെയിം കോൺട്രാസ്റ്റ് പോലെ കോട്ടണിലാണ് കേട്ടോ. നല്ല കോട്ടന്റെ ദുപ്പട്ട, പാന്റും പ്രിന്റിലാണ് വരുന്നത്. ഇതൊക്കെ ഡെയിലി വെയറിലാണ് കേട്ടോ. കോട്ടൺ മാത്രം പ്രിഫർ ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനത്തെയും ഇഷ്ടം പോലെ വെറൈറ്റീസ് വരുന്നുണ്ട്. പിന്നെ റെഡ്, ഇനി ക്രിസ്മസിന് റെഡ് കിട്ടിയില്ല എന്ന് പറയണ്ട. ഇത് ഇവിടെ മടക്കൊന്നും നിവർത്തിട്ട നല്ല ലെങ്ത് കറക്റ്റ് ആവുള്ളൂ. കണ്ടോ, 4 കളേഴ്സ് അല്ലേ. ദുപ്പട്ട മൽമൽ കോട്ടന്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട കേട്ടോ. കോൺട്രാസ്റ്റിൽ വരുന്നതാണ്. പാൻറ് വരുമ്പോൾ സെയിം ടോൺ ടു ടോണിലാണ് പാൻറ്റും വരുന്നത്. ദുപ്പട്ട നല്ല മൽമൽ സോഫ്റ്റ്, പുതപ്പെട്ട് ഇങ്ങനെ മൂടി വെച്ച് കിടക്കുന്ന പോലെ ഫീലിങ്. ഇതൊക്കെ ലൈറ്റ് വെയിറ്റിലാണ് കേട്ടോ ഈ കാണിക്കുന്ന കോട്ടന്റെ മെറ്റീരിയൽ. സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട. ഇതൊക്കെ ഡെയിലി വെയറിന് യൂസ് ആവും. ഇതിലും 4 എണ്ണത്തിന്റെ സെറ്റ് തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ. ലോ ആയാലും ഹൈ ആയാലും എങ്ങനെ എടുക്കായാലും 4 പീസിന്റെ ഒരു സെറ്റ് തന്നെയാണ് എടുക്കേണ്ടത്. നല്ല വെറൈറ്റി കളേഴ്സ് തന്നെ. ഇത് ചിക്കൻകാരി വർക്ക്, അതും ലക്നൗവി വർക്ക് അല്ലേ. ലക്നൗവി വർക്കാണ് ഫുൾ വന്നിരിക്കുന്നത്. എംബ്രോയിഡറി മെഷീനിൽ വന്നിട്ടുള്ള ലക്നൗവി വർക്ക്. ജോർജറ്റ് അല്ല കോട്ടൺ. പക്ഷെ കയ്യിൽ പിടിച്ചപ്പോ ജോർജറ്റിന്റെ മെറ്റീരിയൽ അല്ലെങ്കിൽ ഷിഫോണിന്റെ മെറ്റീരിയൽ ഫീൽ ചെയ്തു. പക്ഷെ നമ്മൾക്കത് കയ്യിൽ ഫീൽ ചെയ്തപ്പോ അത് കോട്ടൺ ആയിട്ട് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ നമുക്ക് മെറ്റീരിയൽ ചിലപ്പോൾ മാറിയെന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരിട്ട് വരുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് തൊട്ട് ഫീൽ ചെയ്ത് മേടിക്കുമ്പോൾ നമ്മൾ 10 രൂപയ്ക്ക് മേടിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് 50,000 രൂപയായിട്ട് മേടിച്ചിട്ട് പോകാം. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് അല്ലേ, ക്വാളിറ്റി ഉണ്ട് സാധനങ്ങൾ ഇഷ്ടംപോലെ. എന്നുവെച്ചാൽ നമ്മൾ ഒരെണ്ണം മിസ്സായി പോകരുത് നമ്മുടെ കയ്യിൽ നിന്ന്, ഇഷ്ടംപോലെ ഉള്ളത് കാണാണ്ട് പോകരുത്. ഇത് ഒരു വേറെ വെറൈറ്റി ഫുൾ ത്രെഡ് വർക്കോട് കൂടിയിട്ട്. അതിന് ദുപ്പട്ട വെറൈറ്റികളൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്കാണ്. ഇതൊക്കെ ഇൻസ്റ്റയിൽ പോയാൽ കാണാൻ പറ്റൂടെ. ഇത് മാത്രമല്ല, ഇതെല്ലാത്ത ഇഷ്ടംപോലെ കളക്ഷൻസ് ഇൻസ്റ്റയിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ശരിക്കും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലുള്ള കളക്ഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ചിക്കൻ കറിയിൽ ഫുൾ കോട്ടണിൽ ചിക്കൻ കറി വർക്ക്. ഈ ചിക്കൻ കറി വർക്കിന് ലെങ്ത് കൂടിയതും കുറഞ്ഞതും അങ്ങനെ പല മോഡൽസ് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ ദുപ്പട്ട അടിപൊളി, കളർ വൈസ് അടിപൊളിയാണ്. ഒരു നല്ലൊരു പീച്ച് കളർ ചാർട്ട്. ഇതിന്റെ കളേഴ്സ് ഒന്ന് കാണുന്നുണ്ട്. നല്ല കളേഴ്സ് അല്ലേ. അതും ഗ്രീൻ എന്ന് പറയുമ്പോൾ വേറൊരു തരം ഗ്രീൻ, പിന്നെ ഒരു വയലറ്റ് ഷെയ്ഡ്, പിന്നെ ഇതൊരു യെല്ലോ ഷെയ്ഡ്, ഒരു യെല്ലോ സൺസെറ്റിന്റെ ഒരു ഷെയ്ഡ്. അങ്ങനെ 4 ഷെയ്ഡാണ് കേട്ടോ അത് വരുന്നത്. ഇനി നോയലില് ഫുൾ ത്രെഡ് വർക്ക്, അതിൽ ദുപ്പട്ട കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ എന്നുവെച്ചാൽ ഉൾട്ട ആ ഒരു രീതിയിൽ ഇതിന്റെ കളേഴ്സ് ഒക്കെ പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ കളേഴ്സ് വരുന്നത്. ഓക്കെ, ദുപ്പട്ട ഇത് വണ്ണം കുറവുള്ളവർക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പ് ആയിട്ടുള്ള ദുപ്പട്ട. പക്ഷെ ടോപ്പ് അങ്ങനെയല്ല, ടോപ്പ് നല്ല ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് വരുന്നത്. വെറൈറ്റി കൊണ്ട് വെറൈറ്റി ആണല്ലോ. ഞങ്ങൾ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്ത് നോക്കണേ എന്താണ് ഇനി അടുത്തത്. മസ്ലിനില് ഇത്
മസ്ലിനില് ഫുൾ കട്ട് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ജെറോസ്കിയുടെ വർക്കാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ കാണുന്ന സെയിം വർക്ക്, സെമി പാർട്ടി സെമി ഈ ഫ്രണ്ടിൽ കാണുന്ന സെയിം വർക്ക് തന്നെ നമുക്ക് ബാക്കിലും ആ ഒരു വർക്ക് വരുന്നുണ്ട്. പ്രിന്റോട് കൂടിയിട്ട് വരുന്നതാണ്. ഇതിന്റെ ദുപ്പട്ട ബ്ലാക്ക് ആണ്. അതിൽ ഓവറോൾ ചെറിയ ചെറിയ വർക്കൊക്കെ പോയിട്ടുണ്ട്. ഇനി അടുത്ത ആ മൈക്ക് ആളുടെ കയ്യിൽ വിട്ടു. മൈക്ക് ഇവിടെ തരുമോ? അല്ലെങ്കിൽ ആൾക്ക് ഞാൻ എടുക്കാം. അല്ലെങ്കിൽ ആൾക്ക് കേൾക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് പറഞ്ഞു. പറയൂ. ഡാർക്ക് ഷെയ്ഡിലാണ് കണ്ടത്. ഇത് ലൈറ്റ് ഷെയ്ഡ്. ലൈറ്റ് ഷെയ്ഡില് ഫുൾ ചിക്കൻകാരി വർക്ക്. അതില് ഷോള് നോക്കട്ടോ. ദുപ്പട്ട ഈ വീതി കുറവാണ് കേട്ടോ. അത് ഉള്ളത് പോലെ പറഞ്ഞിട്ട് ഇനി നമ്മൾ തരുള്ളൂ. വീതി കൂടിയത് കൊണ്ട് കുറവുണ്ട്. അപ്പൊ നമ്മുടെ ഓരോരുത്തരിനും ഓരോ ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ ദുപ്പട്ട ഇത്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ റയോൺ മെറ്റീരിയൽ, റയോണില് ഓവറോൾ സിമ്പിളാണ്, കാണുമ്പോൾ ഫീൽ ചെയ്യും. പക്ഷെ തൊടുമ്പോൾ നല്ല സോഫ്റ്റ് പ്രീമിയം ക്വാളിറ്റി ആയിട്ട് നമുക്കിത് ഫീൽ ചെയ്യും കേട്ടോ. ഇത് ഓവറോൾ ഇങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നത്. ഇതിന്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ മൽമൽ കോട്ടന്റെ ദുപ്പട്ട. പാന്റ് വരുന്നത് ഇതാണ് കേട്ടോ. ഇനി വൈറ്റ് ബ്ലാക്ക് ഗ്രേ കോമ്പിനേഷനിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ അതും ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ അല്ലേ. ഇത് ദുപ്പട്ട നല്ല സോഫ്റ്റ് അല്ല, മൽമൽ കോട്ടന്റെ ചെക്കല്ല ഒരു സ്കൂളിൽ പഠിക്കാൻ പോയില്ല അല്ലേ? ഇപ്പൊ എനിക്കും പറയാൻ കിട്ടാണ്ടായില്ലേ. ഇതാണ് ഒരു ഡയമണ്ട് കട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതാണ് ഫുൾ ഓവറോൾ വരുന്നത്. ത്രെഡ് വർക്ക് ആണ് കേട്ടോ. ഈ സീക്വൻസ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഓണിയൻ ഷെയ്ഡില് ഫുൾ ഡെയിലി വെയറിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഈ കാണുന്നത് മൊത്തം ഡെയിലി വെയർ ഐറ്റംസ്. ദുപ്പട്ടയില് ഫുൾ വർക്ക് തന്നെയാണ്. ഫുൾ വർക്ക് മീൻസ് പ്രിന്റ് ആണ് ഓവറോൾ വന്നിരിക്കുന്നത്. മൽമൽ കോട്ടന്റെ ദുപ്പട്ട. ഓക്കേ. ഇത് കാണിക്കുമ്പോ എനിക്ക് ഒരു നോട്ടം അങ്ങട പോയിക്കുന്നത് ആ കയ്യിൽ. നോക്ക് എന്ത് രസാണ്. അത് അടിപൊളിയാണല്ലോ. ഇത് അടിപൊളിയാണ്. ഫുള്ള് ചെക്ക്. ഷോള് അടിപൊളിയല്ലേ. ഇതിലെ വർക്കും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഷോള് വരുമ്പോ ദുപ്പട്ട മൽമൽ കോട്ടന്റെ ദുപ്പട്ടയാണ് കേട്ടോ. മൽമൽ കോട്ടന്റെ ദുപ്പട്ട ഫുൾ പ്രിന്റ് ആണ്. ഇത് നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ്. പറയുമ്പോ തന്നെ നമ്മൾക്ക് ഭയങ്കര സോഫ്റ്റ് ഫീലിംഗ്. എനിക്ക് ആർഷാവാൻ ഫീൽ ചെയ്യുന്നില്ല. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. ഇതൊക്കെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ പ്രീമിയം, അതുപോലെ തന്നെ ഡെയിലി വെയർ കളക്ഷൻസ് ആണ് ഇപ്പൊ നമ്മൾ കാണിച്ചത്. ഇനി ഞാൻ ഇട്ട പോലത്തെ ഡിസൈനർ പീസ് എനിക്ക് കാണിക്കണമെന്നുണ്ട്. ഡിസൈനർ റെഡിമെയ്ഡ് ഉണ്ട്. അപ്പൊ എന്നാ അതിലേക്ക് പോയാലോ നമുക്ക്? ഓക്കെ. അപ്പൊ ഈ ഇതൊരു ലാസ്റ്റ് കൂടി കാണിച്ചിട്ട് നമുക്ക് അതിലേക്ക് കയറാം കേട്ടോ. അത് പ്രിന്റ് അല്ലാട്ടോ, ഫുൾ ത്രെഡ് വർക്കാ. അവിടെ കാണുമ്പോൾ നമുക്കത് പ്രിന്റ് ആയിട്ട് ഫീൽ ചെയ്യും. പ്രിന്റ് അല്ല, ത്രെഡില് വർക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതും ത്രെഡിൽ തന്നെയാ വർക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് റെഡിമെയ്ഡിലേക്ക് കിടക്കാം. നല്ല പൊരിഞ്ഞ മടക്കലാണ്. ഞാൻ നല്ല പണി കൊടുത്ത്. നേരത്തെ നമ്മൾ ആ ഒരു അൺസ്റ്റിച്ചഡ് കാണിച്ചില്ലേ, അതൊക്കെ ഫുള്ളി ഇരുന്ന് മടക്കിക്കൊണ്ടിരിക്കുക. നടക്കട്ടെ, പണി നടക്കട്ടെ. അപ്പൊ അത് അൺസ്റ്റിച്ചഡ് ആയി. ഇനി നമുക്ക് കുറച്ച് ഡിസൈനർ റെഡിമെയ്ഡ് കളക്ഷൻസ് കാണിക്കാണ്ട്. അപ്പൊ നല്ലൊരു പ്രീമിയം ഡിസൈനർ ലുക്കിലുള്ള അടിപൊളി ഇട്ട് കാണിച്ചു കൊടുത്തു. കാരണം അതിന്റെ വർക്ക് അത്രയും അടിപൊളിയാണ്. കയ്യിലാണ് അതിന്റെ വർക്ക് ഫുൾ. ഇത് ശരിക്കും ഇട്ട് നടന്നിങ്ങനെ വരുമ്പോഴാണ് ആ കൈ ഇങ്ങനെ ഇടുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ സൈസസ് എങ്ങനെയാ വരുന്നത്? ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, 3XL അങ്ങനെ 4 ഒരു കെട്ട്. അപ്പൊ കളർ സെയിം ആയിരിക്കും, സൈസസ് ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു സെയിം വേറെ ഷെയ്ഡ് ഞാനും പിടിക്കാം. അതെ, നമ്മൾ രണ്ടുപേരും ഓരോന്ന് പിടിച്ചു. ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇതിന്റെ വർക്ക് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ പേളുടെ ഡീറ്റെയിലിംഗ് ഒക്കെ ഇതിൽ പോയിട്ടുണ്ട് കേട്ടോ. ഫുൾ വർക്കോട് കൂടിയിട്ടാണ്. നല്ല അടിപൊളി ഒരു കളർ. പക്ഷെ എനിക്ക് ഈ കളർ ഇഷ്ടം കേട്ടോ. ഈ കളറാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷെ 4 പീസ് എടുക്കണം കേട്ടോ. ഡിസൈനർ പീസിൽ എന്തൊക്കെ മെറ്റീരിയൽ നിങ്ങൾക്ക് വായിൽ വരുന്നത് അതൊക്കെ ഇവിടെ ഉണ്ട്. ഓർഗൻസ വേണം എല്ലാം. അടുത്ത മെറ്റീരിയൽ അതില് ഫുൾ ഇത് മിറർ വർക്ക് ആണ് വരുന്നത്. അതുപോലെ ജോർജറ്റ് ഷിഫോണിന്റെ മെറ്റീരിയൽ. ഇത് നല്ല ഓർഗൻസ സോറി ജോർജറ്റ് അല്ല. ഞാൻ മെറ്റീരിയൽ അല്ല കൂടുതൽ ശ്രദ്ധിച്ചത് ഇതിന്റെ ഈ ഒരു വർക്ക് കണ്ടോ.
നോർമൽ സാധാരണ ഒരു ലേസ് വർക്ക് പോലെ ഇട്ടിട്ട് അങ്ങോട്ട് വിടാ ചെയ്യും. പക്ഷെ ഇത് കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഹാൻഡ് വർക്ക് പീസ്, മോഡലില് പാകിസ്ഥാനി സ്റ്റൈൽ. അപ്പൊ ഇതിലിപ്പോ മോഡൽ വരുന്നുണ്ട്, ഓർഗൻസ വരുന്നുണ്ട്, ക്രേപ്പ് മെറ്റീരിയൽ വരുന്നുണ്ട്, എല്ലാം മുന്തിയ മെറ്റീരിയലുകൾ വരുന്നുണ്ട് കേട്ടോ. ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, എല്ലാതും സോഫ്റ്റ് ആണ്. എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല ഇതിലല്ലേ. ഓക്കെ, സൈസസ് ഉണ്ട്, കളേഴ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ട് വിളിച്ച് ചോദിച്ചാൽ മതി എന്തൊക്കെയാണ്. ഇതിപ്പോ ലൈറ്റ് ഷെയ്ഡിലാണെങ്കിൽ പാകിസ്ഥാനിൽ തന്നെ സെയിം കുറച്ച് ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് വൈസ് ഹെവി അല്ല, ക്വാളിറ്റി വൈസ് വർക്ക് വൈസ് ഹെവിയാണ്. നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ്, അത് നല്ല ജെറ്റ് ബ്ലാക്ക് ഒന്നും പറയാൻ പറ്റില്ല, ഒരു മൾട്ടി ഷെയ്ഡ് ഒക്കെ ആയിട്ട് വരും. സൂപ്പർ ലുക്ക് അല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ മൊത്തത്തില്. ഞാനിവിടെ ഒരു ദിവസമൊക്കെ പഠിക്കുന്ന കഴിഞ്ഞാൽ ഓരോ ഡ്രസ്സും ഓരോ എടുത്ത് മേടിച്ച് കൊണ്ടുപോകേണ്ട അവസ്ഥയാവും. മൾട്ടി കളർ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അതിൽ യോക്കിൽ ഇങ്ങനെ ഇതുപോലെ വർക്ക്, പിന്നെ ഇതിൽ തന്നെ സെയിം ദുപ്പട്ട, നല്ലൊരു ബ്രൈറ്റ് ഫീലിംഗ്, നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡ്. ഇതിൽ തന്നെ സട്ടൽ വേണമെങ്കിൽ സട്ടലും ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഡിസൈനർ പ്രീമിയം ക്വാളിറ്റിയിലുള്ളതാണ്. ഇത് കൂടാതെ നമുക്ക് നോർമൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതുണ്ട്. സെയിം ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഇതൊരു ഷിമ്മറി മെറ്റീരിയൽ ആണ്, അത് കുറച്ച് ഷിമ്മർ ആയിട്ട് നിൽക്കുന്നതാണ്. അതിൽ ദുപ്പട്ട ഡിജിറ്റലിന്റെ, ശരിക്കും പറഞ്ഞാലേ ഫുൾ ഹാൻഡ് പിക്ക് ഐറ്റംസ് ആണ് ഇവിടെ മൊത്തം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നാലും നമ്മുടെ കസ്റ്റമേഴ്സ് കൊടുക്കുമ്പോൾ ഹാൻഡ് പിക്ക് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും നമ്മുടെ കസ്റ്റമർ ഒരു സാറ്റിസ്ഫൈ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം അവര് റിപ്പീറ്റ് വീണ്ടും നമ്മുടെ കടയിലേക്ക് വരുമല്ലോ. ഏത് മോഡലിലാണ് വരുന്നത്? ഫ്രണ്ടില് കുറച്ച് മിറർ വർക്കും കാര്യങ്ങളൊക്കെ, മിറർ വർക്ക്, അതും വലിയ ഒറിജിനൽ മിറർ വർക്ക്, അതും വീവിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ. സൂപ്പർ, നല്ല തുണി ഒക്കെ ഒന്നിലൊന്നും മെച്ചാണ് കേട്ടോ. ഫസ്റ്റ് അടിപൊളി. ഇത് ഒരു കളറുള്ള ഇതില് അങ്ങനെയാ വരുന്നത് അല്ലേ. പക്ഷെ നല്ല ഷെയ്ഡാണ് കേട്ടോ. ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ വരുന്ന നല്ല ഷെയ്ഡാണ് വരുന്നത്. അടുത്ത നോക്കുകയാണെങ്കിൽ ഓർഗൻസിൽ മൾട്ടി ഷെയ്ഡോ 3 കളറാണ് ഇതിൽ വരുന്നത്. നല്ല പ്യൂർ വരുന്നത്. അതെ, ഇതൊക്കെ പ്യുവറിലാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ഉണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണ്, നിങ്ങൾ ഒരു ഡ്രസ്സിന് ഇത്ര രൂപയ്ക്ക് മതി എന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഇത് കുറെ പേരായിട്ട് എനിക്ക് ഫോൺ വിളിച്ചിട്ടായാലും ചോദിക്കാറുണ്ട്, ദുബായിൽ നിന്നും അവിടെ നിന്നൊക്കെ വിളി വരുന്നത് ഇങ്ങനത്തെ. കാരണം അവർക്ക് ഡയറക്റ്റ് വരാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ സംഭവം കടയൊന്നും പറഞ്ഞു തരുമോ, പ്രീമിയം ക്വാളിറ്റിയിലുള്ളത്. ഞങ്ങൾ മാർക്കറ്റിൽ വീഡിയോസും കണ്ടിട്ടില്ല അങ്ങനെ. അപ്പൊ അവർക്കുള്ള വീഡിയോ ആണ് മെയിൻ ആയിട്ട് ഇത്. അപ്പൊ ഇനി ഡയറക്റ്റ് എന്നെ വിളിക്കണ്ട, നിങ്ങളെ വിളിച്ചോളൂ. മസ്ലിനില് ഫുൾ വർക്കോട് കൂടിയിട്ട്, അത് ഫ്രഞ്ച് നോട്ടും വരുന്നുണ്ട്, വർക്ക് കട്ട് വർക്ക് വരുന്നുണ്ട്, കട്ട് ബീഡ് വർക്ക് വരുന്നുണ്ട്, ഓവറോൾ ഡിജിറ്റൽ വർക്ക് വരുന്നുണ്ട്. ദുപ്പട്ട അതിൽ ലേസിന്റെ വർക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഡിജിറ്റൽ ദുപ്പട്ട, ഡിജിറ്റലിന്റെ വർക്ക്. ശരിക്കും പ്രീമിയം സെഗ്മെന്റ് കളക്ഷൻസ് ആണ് ഓവറോൾ വന്നിരിക്കുന്നത്. ഫ്രണ്ട് പോർഷൻ ഓർഗൻസയിൽ ഒരു പാച്ച് വർക്ക് ഡീറ്റെയിലിംഗ് നടുക്കിലത്തെ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. സൈഡ് നോക്കുകയാണെങ്കിൽ ഹക്കോബയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തു, ഫുട്ബോൾ ഹക്കോബ. ബ്രഷ് പെയിന്റ് അത് സൈഡിൽ ഇങ്ങനെ ലേസിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പക്ക ഒരു ബ്രഷ് പെയിന്റിന്റെ കളറുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ബേസ് ഇതായിരിക്കും. അങ്ങനെ 4 പീസിന്റെ, ഇത് വിത്ത് ലൈനിങ് അടക്കാണ്. ഇത് മസ്ലിനിലാണ് വരുന്നത്. ഓ കളർ സൂപ്പർ. മസ്ലിനില് വീനക്ക്, ഇതില് ഓഹോ വർക്കൊന്ന് സൂം ചെയ്ത അടിപൊളി വർക്ക്, ഫുൾ ഹാൻഡ് വർക്കോട് കൂടിയിട്ടില്ലേ. സൂപ്പർ വർക്ക്. അങ്ങനെ ആയതുകൊണ്ട് ഷോള് പ്ലെയിൻ സിമ്പിൾ. പക്ഷെ ഇത് ഇല്ലെങ്കിലും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് വെച്ചിരിക്കുക. ഇത് ശരിക്കും നിവർത്തിയിടാണ്ട് ഇങ്ങനെ ഇടുമ്പോഴാണ് അതിന്റെ ഒരു ലുക്ക് വരുന്നത് കേട്ടോ. അയ്യോ കളറ് നോക്ക്, എന്താ മുതല് കളർ കണ്ടു. നല്ലൊരു കിളിപ്പച്ച, തത്തമ്മ, പാരോട്ടിന്റെ കളർ. പാരോട്ടിന്റെ കളർ. പക്ഷെ പാരോട്ടിന്റെ കളർ ആയാലും നല്ല ഭംഗിയുണ്ട്. അതിൽ ആ ഒരു പിങ്കും ഓറഞ്ചും 4 കളേഴ്സ്. 4 കളേഴ്സ്. അപ്പൊ സൈസസ് അതായത് XXL 4 കളർ, ഓക്കെ, XL 4 കളർ. അങ്ങനെയാണ് വരുന്നത് അല്ലേ. ഓക്കെ. അപ്പൊ അത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് വ്യത്യാസങ്ങൾ വരുമ്പോൾ ഏതാ നിങ്ങൾ പിക്ക് ചെയ്യണം. അപ്പൊ അത് ചോദിച്ചോളൂ എങ്ങനെയാ സൈസസ് എങ്ങനെയാന്നുള്ളത്. എന്തായാലും സംഭവം അടിപൊളിയാണ്. അപ്പൊ പ്രീമിയം ലുക്കിലുള്ള വേറൊരു വെറൈറ്റി എന്ന് പറയുമ്പോൾ സിൽക്ക് മെറ്റീരിയൽ. നെക്ക് കുറച്ച് ഡിഫറെന്റ് ആണ് കേട്ടോ. വീനക്ക് പിന്നെ ഇവിടെ ചെറിയൊരു
ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷോൾ ഇതാ വരുന്നത് കേട്ടോ. ഷോള് അതിലും ചെറിയ ചെറിയ സീക്വൻസ് ഒക്കെ 0.5 mm സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓവറോൾ. അപ്പം ലെങ്ത് വൈസും നല്ല പക്ക ലെങ്ത്തോട് കൂടിയിട്ടാണ്. ലെങ്ത് കുറവ് അങ്ങനെ ഒന്നും ലെങ്ത് ഒക്കെ പക്ക പ്രീമിയം ക്വാളിറ്റിയാണ്. മോഡലാണ് വരുന്നത്. മോഡലില് ഫുൾ ലേസ് വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു നെക്കിന്റെ പോർഷൻ വരുന്നത്. പാച്ച് വർക്ക് പോലെ നടുക്കിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നടുക്കിലത്തെ പോർഷൻ മോഡൽ. അതെ. ഇതാ ദുപ്പട്ട. ആഹാ അത് വെക്കുമ്പോൾ തന്നെ അല്ല ഒരു പ്രീമിയം ലുക്ക് പ്രീമിയം ഫീലിംഗ് നമുക്ക് അപ്പൊ തന്നെ കിട്ടി. ഇതൊക്കെ ഇട്ട് വരുമ്പോ ഒന്ന് റോട്ടിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുമ്പോ എന്റെ പൊന്നോ അല്ലെ ആ ഒരു ഫീല് ഞാനിപ്പോ ഇവിടെ മനസ്സിലിങ്ങനെ ആലോചിക്കുക. അതിന്റെ ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് വരുന്നത്. അതെ ലൈറ്റില് അല്ലേ വീനെക്കിൽ തന്നെ ഈ ഹക്കുബേര ചെറിയൊരു ലേസ് വർക്ക് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട പിന്നെ ഒരു ലേസിന്റെ വർക്ക് അതിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സട്ടൽ സിമ്പിൾ ആയിട്ടുള്ള പക്ഷെ നല്ല ഒന്നും പറയല്ലേ ക്വാളിറ്റി അടിപൊളി. ഇതൊരു ശരാര മോഡലാണ്. സറാറ ഗറാറ മോഡൽ. ഇത് കുറച്ച് ലൂസായിട്ട് കിടക്കുന്ന ടൈപ്പുള്ള ഇതാണ് കേട്ടോ പാന്റ്. ഇതും ആവശ്യപ്പെട്ട് വരുന്നവര് ഇഷ്ടംപോലെ ആൾക്കാർ. ഇത് വിത്ത് 3 പീസ് ആണ് കേട്ടോ വിത്ത് ദുപ്പട്ട അടക്കാൻ വരുന്നത്. സറാറ ഗറാറ മോഡൽ ഫ്ലെയർ. അതെ അപ്പൊ അപ്പോഴാണ് അതിന്റെ ഒരു ഫുൾ ലുക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് അങ്ങനെ. ഓക്കെ പിന്നെന്താണ് വെറൈറ്റിയേ ഉള്ളൂ. ടിഷ്യൂ ഷിമ്മറില് ഫുൾ വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ. ഒരു യോക്കില് വർക്ക്. അതെ തിളക്കാണ് മൊത്തം. ഇത് ഫുൾ ആ ഒരു ഈ ഒരു മെറ്റീരിയലിന്റെ വർക്ക് പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ. എന്നിട്ട് അതില് വർക്ക് കൊടുത്തിട്ടുള്ളതാ. അതെ എന്നാലാണ് ആ ഒരു പൂർണ്ണത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതിന്റെ ഒരു ലുക്ക്. ശരിക്കും ഇതിനൊക്കെ നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഫസ്റ്റിലേ കണ്ടില്ലേ. കാണാത്തൊരു സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഫസ്റ്റിൽ തന്നെ കേറിക്കോ. അധികം വർക്ക് വേണ്ടാത്തവർക്ക് സിമ്പിൾ ആയിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ കളക്ഷൻ കേട്ടോ. ഒരു വീനക്കില് വർക്ക് വന്നിട്ടുള്ളത്. അതിന്റെ ദുപ്പട്ട മസ്ലിനില്. അപ്പോൾ ഇതിന്റെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ഉണ്ട്, നമുക്ക് ബുട്ടിക് കളക്ഷൻസ് ആയിട്ടുള്ളതുണ്ട്. എന്ന് വെച്ചാൽ ഡബിൾ മാർജിൻ ഇട്ടിട്ട് വിൽക്കണമെങ്കിൽ നമുക്ക് ബുട്ടിക്ക് പ്രീമിയം കളക്ഷൻസ് മേടിക്കേണ്ടി വരും. അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആകുമ്പോൾ അതിനനുസരിച്ച് കുറച്ചുകൂടി നമുക്ക് കൂടുതൽ ഇടാൻ പറ്റുള്ളൂ. ഡബിൾ എന്തായാലും ഇടാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ ആകുമ്പോൾ ഡബിൾ ഇട്ടിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. ഇതിന്റെ വർക്കാണ് അടിപൊളിയായിട്ട് കണ്ടോ. അതും ബ്ലാക്കില് ഫുൾ യോക്കില് വർക്ക്. അതെ എന്നാലാണ് നമ്മുടെ ഫേസിലത്തെ യഥാർത്ഥ ഭംഗി. അങ്ങനെയല്ലേ യഥാർത്ഥ ഭംഗി. ആഹാ പിന്നെയും ഉണ്ട് കളക്ഷൻസ്. ഇത് നോക്കുകയാണെങ്കിലും സെയിം ആ ഒരു ഈ ഒരു മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമായി. ഇത് മെറ്റീരിയലാണ്. നമുക്ക് മാഡത്തിനോട് ചോദിക്കാം. മാഡം മിണ്ടൂല്ലാന്ന്. ഞാൻ കണ്ണും മാത്രം കാണിക്കണം. പൊറുക്കെട്ടിട്ട് നിൽക്കണം. ഞാൻ മിണ്ടൂല്ലാന്ന്. എന്തായാലും ഇത് മെറ്റീരിയൽ ബസ് അടിപൊളിയാണ്. എനിക്കറിയില്ല മെറ്റീരിയൽ ഒന്നും നിങ്ങൾ വിളിച്ചാൽ ചോദിച്ചാൽ മതി. ഇത് ഓർഗൻസ മെറ്റീരിയൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓർഗൻസി അല്ല പക്ഷെ ഓർഗൻസ മെറ്റീരിയൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഓർഗൻസി അല്ല. പക്ഷെ നല്ല അതിനേക്കാളും സോഫ്റ്റ് എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവമാണ്. പിന്നെ വരുന്നത് ബ്ലോക്ക് പ്രിന്റ്. ഇതിന്റെ തന്നെ അൺസ്റ്റിച്ചഡ് നമ്മൾ കണ്ടു കേട്ടോ. അതന്നെ സെയിം നമുക്ക് ബ്ലോക്ക് പ്രിന്റ് ഒക്കെ വന്നിട്ടുള്ള ഇവിടെ ഈ ശരിക്കും അങ്ങനെ ഫുൾ ലുക്ക് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ അല്ലേ. ഫുൾ ആ ഒരു പ്രിന്റോട് കൂടി വരുമ്പോഴേ എന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഇനി എന്താണ് ഫുൾ വെറൈറ്റിയോട് വെറൈറ്റി ആണല്ലോ ഈ പ്രാവശ്യം. നമ്മൾക്ക് ക്രിസ്മസ് ന്യൂ ഇയർ ഫെസ്റ്റിവൽസ് ഇങ്ങോട്ട് വരാണ്. തകർക്കാം നമുക്ക് അല്ലേ. നല്ല ഭംഗിയുള്ള ഷിമ്മർ തന്നെയല്ല. കളർ എനിക്ക് ഇഷ്ടം കേട്ടോ. നല്ല കളർ ഷെയ്ഡ് അല്ലേ. എന്നാൽ പച്ചയല്ല ബ്ലാക്ക് അല്ല വൈറ്റ് അല്ല എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. സിമ്പിൾ ആയിട്ട് അതില് പൊച്ചമ്പള്ളി ഡിസൈൻ ആണ് കേട്ടോ. പൊച്ചമ്പള്ളിയുടെ പ്രിന്റ് ആണ് ഓവറോൾ. ഇതൊക്കെ ഡെയിലി വെയറിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട് കളേഴ്സ് ഓപ്ഷൻസ് ഉണ്ട്. ചൂസ് ചെയ്താൽ മതി, വിളിച്ചാൽ മതി. അപ്പൊ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ലിനൻ ടച്ചില് ഫുൾ ത്രെഡ് വർക്കോട് കൂടിയിട്ടാണ്. അതുപോലെ ഈ ഒരു പോർഷനിലും നമുക്ക് ആ ഒരു വർക്ക് വന്നിട്ടുണ്ട്. അത് സൈഡില് സ്ലിറ്റിന്റെ ആ ഒരു പോർഷനിലും ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ദുപ്പട്ട ലിനന്റെ മെറ്റീരിയൽ
കേട്ടോ. ഇത്രയും നല്ല കളക്ഷൻസ് കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയാ അവിടെ ക്ഷമയോട് കൂടി ഇരിക്കണേ? ഇതുവരെ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് തുടങ്ങല്ലേ? ഞങ്ങളെ സപ്പോർട്ട് തന്നെ ഉണ്ട് അല്ലേ? സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളെ പേര് മറന്നുട്ടാ, എൻ്റെ പേര് ആസിഫ്. ആസിഫ് ഭായി ഉണ്ട് ഇവിടെ. ആസിഫ് ഇക്ക. ഇത് ഓഫീസ് യൂസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഓഫീസ് വെയർ ആയിട്ട് പക്ക ജയ്പൂരി കോട്ടൺ മെറ്റീരിയലില് പ്രിന്റോട് കൂടിയിട്ടാണ് 3 പീസിന്റെ കളക്ഷൻ ആണ്. ഡെയിലി വെയർ ഷോളാണ്, പക്ഷേ ഷോളിൽ ചെറിയ ചെറിയ വർക്ക് വരുന്നത്, ക്രോഷിയയുടെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു വർക്കും കൂടി ഗൗണും കൂടി കാണിച്ചത്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറെ നമ്മള് ഗൗൺ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഇവിടെ ഉണ്ട്. അതും നമ്മള് ഇത് ഭയങ്കര ലെങ്ത് ആണല്ലോ, പക്ഷെ ഹീലിട്ട് വരുമ്പോ കറക്റ്റ് ആവും കേട്ടോ. അതിനാണ് ആ ഒരു ലെങ്ത്. പാകിസ്ഥാനി ഗൗൺ വിത്ത്, അപ്പൊ ഇത് 2 പീസാന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഷോളും പാന്റ് വേണ്ട, വരുന്നുണ്ടാ? പക്ഷെ അതിന്റെ ആവശ്യമില്ല. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം, വേണമെങ്കിൽ ആവശ്യം അത് സ്റ്റിച്ച് ചെയ്യണം. ഓക്കെ, ഇത് റെഡിമെയ്ഡ് ആണ് കേട്ടോ. ഇതെന്തായാലും ഇത് ലെങ്ത് കുറച്ച് കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഹീലിട്ടിട്ട് നടക്കുമ്പോ ആ ഒരു പക്ക സ്റ്റാൻഡേർഡ് ആയിട്ട് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് കളക്ഷൻസ്. ഇത് കൂടാണ്ട് നമുക്ക് ബാക്കിയുള്ളത് അവര് വന്ന് കണ്ടോട്ടെ, കാരണം വീഡിയോയിൽ ഒരു പരിമിതി ഉണ്ട് കാണിക്കുന്നത്. ഇപ്പൊ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിന്റെ ബാഗ് ആയിട്ടുണ്ടാവും. അപ്പൊ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. ലൊക്കേഷൻ വരുന്നത് നമുക്ക് എറണാകുളം മേനക ബസ് സ്റ്റോപ്പിന്റെ അവിടെ നിന്ന് വരാണെങ്കിൽ പ്രസ് ക്ലബ് റോഡ് അത് വഴിക്ക് നമുക്ക് വരുമ്പോൾ നമുക്ക് ഗോപാല പ്രഭു റോഡിലേക്ക് എത്താം. ഇത് കൂടാണ്ട് നമുക്ക് MG വഴിക്കും TD റോഡ് വഴിക്കായാലും വരാം. അപ്പോഴും നമുക്ക് ഗോപാല പ്രഭു റോഡിലേക്ക് തന്നെയാണ് വരേണ്ടത്. അപ്പോൾ ഗോപാല പ്രഭു റോഡിൽ നമ്മൾ നിൽക്കുന്നത് അനീരയിൽ മൊത്തം ലേഡീസിന്റെ ഐറ്റംസ് ആണ്. അതും ഹോൾസെയിൽ മാത്രമാണ് കേട്ടോ. റീറ്റെയിൽകാർ ആരും ഇവിടെ വിളിക്കണ്ട. സൺഡേ സീസൺ സമയത്ത് മാത്രമേ തുറക്കുള്ളൂ. ബാക്കിയുള്ള സമയത്ത് എത്ര മണി തൊട്ട് എത്ര മണി വരെ? അതൊരു 9 മുതൽ സ്റ്റാർട്ട് ചെയ്യും. 7:45 വരെ. അപ്പൊ 7:45 8 മണി പഠിച്ചോ. പിന്നെ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് 9 മണി വരെ വെയിറ്റ് ചെയ്ത് നിൽക്കട്ടെ. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ക്രിസ്മസാ? അപ്പൊ ക്രിസ്മസ് കഴിഞ്ഞിട്ട് വരണ്ടേ? ഇപ്പൊ ക്രിസ്മസ് ആയിട്ടില്ല, നവംബർ ആയിട്ടുള്ളൂ. ആശംസ നമുക്ക് പിന്നെ ഞാൻ വരുന്നുണ്ട്. ഞാൻ ഡിസംബറിൽ വരുന്നുണ്ട്. എന്നാലും കിടക്കട്ടെ, വല്ലതും കൊടുത്തോ. ഞാൻ എന്തായാലും പിന്നീട് കാണും നിങ്ങളായിട്ട്. അപ്പൊ ഞാൻ അപ്പൊ തരാം. ഇതിപ്പോ നിങ്ങൾ കൊടുത്തോ ഒന്നുകൂടി പറ. അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ്. ആര് വക? അനീറ. ശരി, അപ്പൊ ബൈ ബൈ.